നമസ്കാരം. നീ അവരെ കൊന്നു എന്നുള്ള ഷാങ്ഹായിയുടെ ചോദ്യം കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, അതെ, ഞാൻ അവരെ കൊന്നു. മാർക്കിന്റെ മറുപടി ശരിക്കൊരു പൊട്ടിച്ചിരി ഉണ്ടാക്കുകയാണ്. ഷാങ്ഹായ് ഒരേ ചിരി. ഷാങ്ഹായ് ചിരിക്കുന്ന കണ്ടപ്പോ അന്തരീക്ഷം ഒന്ന് തണുത്തതുപോലെ മാർക്കിന് തോന്നി. ചിരിക്കുന്ന ഷാങ്ഹായിയെ കൗതുകപൂർവ്വം മാർക്ക് നോക്കുമ്പോൾ ഷാങ്ഹായ് മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, നീ കൊള്ളാം, നീ ആളൊരു ജീനിയസ് തന്നെയാണ്. പക്ഷെ മാർക്ക്, നീ ഒരു കഥ ഓർത്തിരിക്കേണ്ടതുണ്ട്. നിന്നെപ്പോലെ ജീനിയസ് ആയിട്ടുള്ള ഒരു പയ്യൻസ് നേരത്തെ ഇവിടെ ഈ ന്യൂസ് തലസിൽ ഉണ്ടായിരുന്നു. അവനാള് സുമുഖനായിരുന്നു, ശക്തനായിരുന്നു, ജീനിയസ് ആയിരുന്നു. അവനെ ഞാൻ നമ്മുടെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ അവന് നമ്മളോട് സഹകരിക്കാൻ ഒരു മടി. അവന് ബ്ലാക്ക് കുടുംബത്തിലെ സെക്യൂരിറ്റി ആകാൻ വയ്യാത്രേ. അവൻ ബ്ലാക്ക് കുടുംബത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്ക്, എന്താ സംഭവിച്ചെന്ന് അറിയാവോ? എന്റെ മകൻ അവനങ്ങ് കൊന്നു. വളരെ കൂളായിട്ടാണ് ഷാങ്ഹായ് ആ കഥ പറഞ്ഞത്. മാർക്ക് അമ്പരപ്പോട് അയാളെ നോക്കുമ്പോൾ അയാൾ മാർക്കിനോട് പറഞ്ഞു, അവനെ ആ കാലഘട്ടത്തിൽ ആളുകൾ വിളിച്ചത് ഭാവിയിലെ ലാരി ഹോംസ് എന്നാണ്. ഗോഡ് ഓഫ് ലാരി ഹോംസുമായി കമ്പയർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനെ കൂളായിട്ട് ഷാങ്ഹായിയുടെ മകൻ കൊന്നുവെന്നാണ് ഷാങ്ഹായ് മാർക്കിനോട് പറഞ്ഞത്. ആ കാര്യം മനസ്സിലാക്കിയ മാർക്കിന്റെ മുഖത്ത് സ്വാഭാവികമായും ഒരു അസ്വസ്ഥത വന്നു തുടങ്ങിയിട്ടുണ്ട്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഷാങ്ഹായ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഒരു സാധാരണക്കാരനാണ്. വെറും ഒരു സാധാരണക്കാരനായ നിനക്ക് എങ്ങനെ ബ്ലാക്ക് കുടുംബത്തിന്റെ മരുമകനാകാൻ ആഗ്രഹിക്കാൻ പറ്റും? ബ്ലാക്ക് കുടുംബത്തിന്റെ മരുമകനാകാൻ ശ്രമിക്കുന്ന ഒരാള് മിനിമം ഒരു അരിസ്റ്റോക്രാറ്റ് കുടുംബത്തിലെ ആളെങ്കിലും ആകണ്ടേ? മാർക്ക്, എന്തുകൊണ്ടാണ് നീ അത് മനസ്സിലാക്കാത്തത്? വളരെ കൂളായിട്ടാണ് ഷാങ്ഹായ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഷാങ്ഹായ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന മാർക്ക് ഷാങ്ഹായിയോട് പറഞ്ഞു, മിസ്റ്റർ ഷാങ്ഹായ്, നിങ്ങളുടെ ഈ സുപ്പീരിയർ കോംപ്ലക്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആളുകളെ ആളുകളായിട്ടല്ല കാണുന്നത്, വലിയവനും ചെറിയവനെന്നാ നിങ്ങൾ കാണുന്നത്. മനുഷ്യരെ അങ്ങനെ വലുതും ചെറുതെന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഭൂമിയിൽ ആരും വലുതുമല്ല ചെറുതുമല്ല. നിങ്ങൾ വലുതാണെന്നുള്ള നിങ്ങളുടെ ഈ ചിന്തയുണ്ടല്ലോ, അത് തെറ്റാണ്. ഞാൻ നിങ്ങളെ വലുതായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് എമിലിയെ ഇഷ്ടമാണ്, എമിലിക്ക് എന്നെയും. ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കിടയിൽ നിങ്ങളീ പറഞ്ഞ തരത്തിലുള്ള ഒരു അതിർവരമ്പുകളുമില്ല. വളരെ കൂളായിട്ട് തന്നെ മാർക്ക് ഫെല്ലർ അങ്ങനെ മറുപടി പറയുമ്പോൾ ഷാങ്ഹായിയുടെ മുഖം ഒന്ന് ഇരുണ്ടു വരികയാണ്. ഷാങ്ഹായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യത്തിൽ ഈ നോർത്തേൺ ഐലൻഡ് ഞാൻ ആ ക്രിസ്റ്റഫറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങ് വാങ്ങിയത് നിനക്ക് നൽകാൻ വേണ്ടിയാണ്. നീ എമിലിയെ ഒഴിവാക്കുകയാണെങ്കിൽ നിനക്ക് ആ ദ്വീപ് സ്വന്തം. വളരെ മോഹിപ്പിക്കുന്ന ഒരു ഓഫറാണ് ഷാങ്ഹായി ഇതാ മാർക്കിന് മുന്നിൽ വയ്ക്കുന്നത്. നോർത്തേൺ ഐലൻഡിൽ നിന്ന് മടങ്ങി വരുന്ന മാർക്കിന് ആ ദ്വീപിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദിവസവും അനവധി ക്രൂസ് ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ദ്വീപ് സ്വന്തമാകുന്ന ആള് ശരിക്കും എല്ലാവരും അറിയുന്ന ആളായി മാറും. അയാൾ ഈ ന്യൂസ് സെലസ്റ്റിലെയും ഒരു താരമായി മാറും. ആ കാര്യം മാർക്കിന് അറിയാം. മാർക്ക് ഷാങ്ഹായിയോട് പറഞ്ഞു, മിസ്റ്റർ ഷാങ്ഹായ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും എന്നെ മോഹിപ്പിക്കാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അത് എമിലിയിലാണ്. എമിലിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ മാർക്ക്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരുടെ ഹെലികോപ്റ്റർ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ വസതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഷാങ്ഹായും മാർക്ക് ഫെല്ലറും ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനടുത്തേക്ക് ഓടി വരികയാണ് നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞ എമിലിക്ക് മാർക്കിനെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. മാർക്കിന് ഒന്നും പറ്റിയിട്ടില്ല എന്നതാണ് അവളെ ആശ്വസിപ്പിച്ച കാര്യം. അവൾ ഓടി വന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ് എമിലി, എന്ത് കുഴപ്പം? ഞാനും മിസ്റ്റർ ഷാങ്ഹായും തമ്മിൽ നല്ല രസമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നിന്റെ അങ്കിൾ ഷാങ്ഹായ് ശരിക്കും നല്ലൊരു എന്റർടൈനറാണ്. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ഷാങ്ഹായ് ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞു. അയാൾ മാർക്ക് പറയുന്നത് കേൾക്കുകയും ചെയ്തു. അയാള് മാർക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഈ സമയത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അടുത്തേക്ക് വന്ന ഷാങ്ഹായ് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, അച്ഛാ, ഏതാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? ഷാങ്ഹായ്, നിൽക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഷാങ്ഹായുമായി അദ്ദേഹത്തിന്റെ
ഓഫീസ് മുറിയിലേക്ക് നീങ്ങി. ഓഫീസ് മുറിയിൽ ഷാൻഹായിയും സെബാസ്റ്റ്യൻ ബ്ലാക്കും മുഖാമുഖം ഇരിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായ്, നിനക്ക് ഹാൻ കുടുംബത്തോടുള്ള ബന്ധം നന്നായിട്ട് അറിയാം. നിനക്ക് ഹാൻ കുടുംബത്തിലെ വിൽമൗണ്ടിനെ കൊണ്ട് എമിലി വിവാഹം കഴിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ഷാൻഹായ്, സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അച്ഛ എന്താ ഉദ്ദേശിക്കുന്നത്? ഷാൻഹായ്, എമിലിക്ക് മാർക്കിനെയാണ് ഇഷ്ടം. എമിലി മാർക്കിനെ വിവാഹം കഴിക്കട്ടെ. ഞാൻ അച്ഛനോട് ബിസിനസ് പറയേണ്ട കാര്യമില്ല. അച്ഛനെ എല്ലാവരും വിളിക്കുക ചക്രവർത്തി എന്നാണ്. എംപറർ ബ്ലാക്കിനോട് ബിസിനസിന്റെ സമവാക്യങ്ങൾ ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല. ബിസിനസ് കുടുംബങ്ങളുടെ വിവാഹം ശരിക്കും വ്യക്തികൾ തമ്മിലല്ല നടക്കുന്നെന്ന് അച്ഛനറിയാം. നമ്മുടെ കുടുംബവും ഹാൻ കുടുംബവും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും രണ്ട് കുടുംബവും മുന്നോട്ട് നീങ്ങും. അത് രണ്ട് കുടുംബത്തിനെയും വളർച്ചയ്ക്ക് സഹായിക്കും. അതുകൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിലെ എമിലിയെ ഹാൻ കുടുംബത്തിലെ വിൽമോണ്ടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഷാൻഹായിക്ക് അയാൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഷാൻഹായി അത് പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, പക്ഷേ എമിലിക്ക് വിൽമൗണ്ടിനെ തീരെ ഇഷ്ടമല്ല. വിൽമൗണ്ടിനെ എമിലിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെയും ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇല്ലേ, അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള കുടുംബങ്ങൾ. അവരിൽ നിന്ന് ആരെങ്കിലും നമുക്ക് എമിലിക്ക് വേണ്ടി ആലോചിക്കാമല്ലോ. ഷാൻഹായി, അതങ്ങനെയല്ല. എമിലിക്ക് ഇഷ്ടം മാർക്കിനെയാണ്. മാർക്ക് വെറും ഒരു സാധാരണക്കാരനല്ലേ. നമ്മൾ ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മളതിന് ഈ താഴെക്കിടയിലുള്ള മാർക്കിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ്? ഷാൻഹായി, നീ കാര്യങ്ങളുടെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും മാർക്കിനെ പോലുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഞാനും മാർക്കിനെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ഈ ന്യൂസ് സെലസ്റ്റർ അറിയുന്ന ബിസിനസ്സുകാരനായി മാറിയത്. അതുകൊണ്ട് നാളെ മാർക്കും അങ്ങനെ ആകില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തു പറഞ്ഞാലും അതൊന്നും ശരിയാകില്ല. ഷാൻഹായി, നിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറയാം. കാലങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് 47 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 50 കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുടുംബം ശിഥിലമാകുമെന്നാണ് അന്ന് അദ്ദേഹം പ്രവചിച്ചത്. എന്ന് പറഞ്ഞാൽ ഇനി 3 കൊല്ലം കൂടിയേ നമ്മുടെ ഈ ബ്ലാക്ക് കുടുംബത്തിന് ആയുസ്സുള്ളതാണ്. അതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണോ? നമ്മുടെ ബ്ലാക്ക് കുടുംബം ഈ പൈറോയിൽ സകല സ്ഥലത്തും വേരുകളുള്ള കുടുംബമാണ്. നമ്മൾ 3 കൊല്ലം കൊണ്ട് ശിഥിലമാകുമെന്ന് പ്രവചിക്കാൻ അയാൾക്കെന്താ വട്ടാണോ? ഷാൻഹായി, അയാൾ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബം ശിഥിലമാകാതിരിക്കണമെങ്കിൽ നമ്മൾ മാർക്കുമായി ബന്ധമുണ്ടാക്കണമെന്ന്. നിനക്ക് അറിയുമോ എന്നറിയില്ല. അയാൾ എന്നോട് അത് പറയുമ്പോൾ മാർക്ക് ജനിച്ചിട്ട് പോലുമില്ല. 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മാർക്കിന്റെ പിതാവ് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മകന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നത്. അന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മകന് മകൾ ജനിച്ചിട്ട് പോലുമില്ല. അതുപോലെ തന്നെ മാർക്കിന്റെ അച്ഛനും അന്ന് കുട്ടികളില്ല. എന്നിട്ടും അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ പിതാവ് പ്രവചിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മകന് ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കുടുംബത്തിൽ അനവധി പുരുഷന്മാരുണ്ട് ചെറുമക്കളായിട്ട്. പക്ഷെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതാണ് എമിലി ബ്ലാക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് മാർക്കിന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചിരിക്കുന്നതായി ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് അയാൾ മാർക്കിനെ എമിലിക്ക് വേണ്ടി ആലോചിക്കുന്നത്. അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഷാൻഹായിയോട് പറഞ്ഞതും ഷാൻഹായി സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. അച്ഛൻ ഈ ബ്ലാക്ക് കുടുംബത്തിന്റെ ചുമതല എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ ഞാൻ ഈ കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എണീറ്റു. ഷാൻഹായി അവിടെ നിന്ന് നേരെ അയാളുടെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലേക്ക് ഷാൻഹായി മടങ്ങിയെത്തുമ്പോൾ ഷാൻഹായിയെ കാത്തു നിൽക്കുകയാണ് അയാളുടെ സെക്രട്ടറി ഷാൻഹായിയോട് ചോദിച്ചു, മാസ്റ്റർ, ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്കൊരു വിഷയമാകുമോ? ഷാൻഹായിയുടെ പിതാവ് 3 ദിവസങ്ങൾക്ക് ശേഷം നടത്താൻ പോകുന്ന ആ ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ചാണ് ഷാൻഹായിയുടെ സെക്രട്ടറി ഷാൻഹായിയോട് ചോദിച്ചത്. ഷാൻഹായിയുടെ സകല സെക്യൂരിറ്റി സംവിധാനങ്ങളുടെയും ചുമതല വഹിക്കുന്ന ആളുകൂടിയാണ് ആ സെക്രട്ടറി. അയാളെ ആ കുടുംബക്കാർ വിളിക്കുക മിലിറ്ററി സെക്രട്ടറി എന്നാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ മിലിറ്ററിയുടെ ചുമതലയുള്ള വ്യക്തി എന്നർത്ഥം. ബ്ലാക്ക് കുടുംബത്തിന്റെ സെക്യൂരിറ്റി സംവിധാനത്തെ അവർ വിളിക്കുക മിലിറ്ററി എന്നാണ്. മിലിറ്ററി സെക്രട്ടറി ആ കാര്യം പറഞ്ഞപ്പോൾ ഷാൻഹായി ഒരു നിമിഷം നിശബ്ദനായിരുന്നു. നമുക്ക് നോക്കാം എന്താണ്
അച്ഛൻ ആലോചിച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. അച്ഛൻ എന്ത് ആലോചിച്ചാലും എന്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചാലും ആത്യന്തികമായി അത് നടപ്പിലാക്കണമെങ്കിൽ ഞാൻ കൂടി വിചാരിക്കണം. ഷാൻഹായിക്ക് അക്കാര്യത്തിൽ പൂർണ്ണ ഉറപ്പാണ്. അവന്റെ അച്ഛൻ എംപറർ ബ്ലാക്ക് എന്ന് എല്ലാവരും വിളിക്കുന്ന സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഈ പ്രായത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഷാൻഹായുടെ സഹായം വേണം. അക്കാര്യത്തിൽ ഷാൻഹായിക്ക് സംശയമൊന്നുമില്ല. അതുമാത്രമല്ല, സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആയുസ് ഏതാണ്ട് തീരാറായെന്നുള്ള ഒരു ധാരണയും ഷാൻഹായിക്കുണ്ട്. ഷാൻഹായി അങ്ങനെ പറഞ്ഞപ്പോൾ ആ മിലിറ്ററി സെക്രട്ടറി ഷാൻഹായിയോട് പറഞ്ഞു, മാസ്റ്റർ, ചിലപ്പോ ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് ഓൾഡ് മാസ്റ്റർ എന്തെങ്കിലും അനൗൺസ്മെന്റ് നടത്തിയാലോ? ഷാൻഹായിയുടെ മനസ്സിലുള്ള അതേ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആ മിലിറ്ററി സെക്രട്ടറി ചോദിക്കുന്നത്. ശരിക്കും ഈ ന്യൂസ് സെലസ്റ്ററിലെ പ്രമുഖരായ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ എമിലി ബ്ലാക്കിനെ ബ്ലാക്ക് കുടുംബത്തിന്റെ അധികാരിയായിട്ട് സെബാസ്റ്റ്യൻ ബ്ലാക്ക് പ്രഖ്യാപിക്കുമോ? അങ്ങനെ ഒരു സംശയം ഷാൻഹായിയുടെ മനസ്സിലുമുണ്ട്. ഷാൻഹായിയുടെ മനസ്സ് വായിക്കുന്ന ആ മിലിറ്ററി സെക്രട്ടറി അത് കണക്കുകൂട്ടിക്കൊണ്ടാണ് ഷാൻഹായിയുടെ ആ ചോദ്യം ചോദിച്ചത്. ഷാൻഹായി അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം മിലിറ്ററി സെക്രട്ടറിയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ശരിക്കും ആ കാത്തിരിപ്പ് ഒരു വല്ലാത്ത കാത്തിരിപ്പ് തന്നെയാണ്. എംപറർ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്തിനാണ് അടിയന്തരമായിട്ട് ഈ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നത്? ആ ചോദ്യം ഷാൻഹായിയുടെ മനസ്സിലുള്ളതുപോലെ ഷാൻഹായിയുടെ സഹോദരന്മാരുടെ മനസ്സിലുമൊക്കെ ഉണ്ട്. ആ കുടുംബത്തിലെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അതുപോലെ ഷാൻഹായിയുമായി കണക്ഷനുള്ള ഹാൻ കുടുംബത്തിലെ ഷിമിങ്ങിന്റെ മകൻ വിൽമൗണ്ടിനുമുണ്ട്. എന്തായാലും അതിൻ്റെ ആ ഉത്തരം ലഭിക്കണമെങ്കിൽ ആ ബർത്ത്ഡേ പാർട്ടി എത്തണം. ബർത്ത്ഡേ പാർട്ടി നടക്കുന്നവരെയും മാർക്ക് ഫെല്ലറോട് വീട്ടിൽ തന്നെ തങ്ങാനായി സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ട് മാർക്ക് ആ വീട്ടിൽ തന്നെ തങ്ങുകയാണ്. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും മിക്കവാറും എല്ലായ്പ്പോഴും ചെസ് മത്സരത്തിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. ഈ സമയത്തൊക്കെയും മാർക്ക് നിരീക്ഷിക്കുന്നത് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ പുരികങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ കറുത്ത ഒരു ഗേഷ്യസ് പാടയാണ്. ഒരു ചെറിയ സ്പോട്ടായി കാണപ്പെട്ട ആ കറുത്ത വായുപടലം പതുക്കെ പതുക്കെ നെറ്റിൽ നിന്ന് മുകളിലോട്ട് വ്യാപിച്ചു വരികയാണ്. അപകടകരമായ അളവിലേക്ക് ആ വായുപടലം വളർന്നു കണ്ടതും മാർക്കിന് ഇനി അധിക ആയുസ് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഇല്ല എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായി. പക്ഷെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്തുകൊണ്ടോ ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല. അതിനു പകരം ശരിക്കും താൻ ആരോഗ്യവാനാണെന്നുള്ള ഒരു ഫീല് എമിലിക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനാണ് സെബാസ്റ്റ്യൻ ഈ ദിവസങ്ങളൊക്കെ ഉപയോഗിച്ചത്. അങ്ങനെ ആ ദിവസം എത്തി. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ന്യൂസ് സെലസ്റ്ററിൽ നടത്താൻ പോകുന്ന ആ ബർത്ത്ഡേ പാർട്ടി അന്നാണ്. രാവിലെ തന്നെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ശരിക്കും ഉത്സാഹത്തോടു കൂടി റെഡിയായി കഴിഞ്ഞു. മാർക്കും റെഡിയായിട്ടുണ്ട്. എമിലി റെഡിയായി വന്നപ്പോൾ ശരിക്കും ഉന്മേഷവനായി നിൽക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിനാണ് എമിലി കണ്ടത്. ഗ്രാൻഡ്ബയെ കണ്ട ഇപ്പോൾ ഒട്ടും പ്രായം തോന്നുകയില്ല. എമിലി, അങ്ങനെയാണോ? ശരിക്കും സന്തോഷത്തിലൂടെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ മാർക്കിന്റെ മുഖം വല്ലാതെ വിവരണമാവുകയാണ്. മാർക്കിന് ഇപ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഇനി മണിക്കൂറുകൾ കൂടിയേ ആയുസുള്ളൂ. അത്ര വ്യക്തമാണ് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അവസ്ഥ. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ പുരുകൾക്കിടയിലെ കറുത്ത വായുപടലത്തെ വ്യക്തമായും നിരീക്ഷിക്കുന്ന മാർക്കിന് സെബാസ്റ്റ്യൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് പറയാൻ മറ്റാരുടെയും സഹായമൊന്നും വേണ്ട. സെബാസ്റ്റ്യൻ തന്നെ നോക്കി നിൽക്കുന്ന മാർക്കിനെ കണ്ടതും മാർക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് മാർക്കിന്റെ ഷോൾഡർ തട്ടിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ബാ നമുക്ക് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ശരിക്കും അന്നത്തെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ട് മാനർ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് കുടുംബത്തിന്റെ വസതിയിലാണ്. ഒരു മലയുടെ മുകളിൽ അതിമനോഹരമായ ഒരു വസതിയുണ്ട്. അവിടെയാണ് ആ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാർക്ക് ഫെല്ലറും സെബാസ്റ്റ്യൻ ബ്ലാക്കും എമിലി ബ്ലാക്കും കൂടി ആ വസതിയിൽ നിന്ന് അവരുടെ വാഹനത്തിനടുത്തേക്ക് വന്നു. മനോഹരമായ ഒരു റോൾസ് റോയ്സ് കാറാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത്. ഡ്രൈവർ റെഡിയായി നിൽപ്പുണ്ട്. മുന്നിലായിട്ട് ഒരു സെക്യൂരിറ്റിക്കാരനുമുണ്ട്. കാറിന്റെ പുറകെ സീറ്റിലേക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്ക് കയറി കഴിഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തേക്ക് എമിലിയുടെ അടുത്തേക്ക് മാർക്കും കയറി. ആ 3 പേരും വഹിച്ചുകൊണ്ട് ആ വാഹനം ഫോർട്ട് മാനർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഈ സമയത്ത് ഫോർട്ട് മാനറിന്റെ മുന്നിൽ ന്യൂസ് സെലസ്റ്ററിലെ പ്രമുഖരൊക്കെ എത്തിക്കഴിഞ്ഞു. ഫോർട്ട് മാനറിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും എന്താണ് ന്യൂസ് സെലസ്റ്റർ എന്ന് ആ നിമിഷം മനസ്സിലാകും. ഏറ്റവും വിലയേറിയ കാറുകളുടെ ഒരു വൻ നിര തന്നെ അവിടെയുണ്ട്.
സകല അരിസ്റ്റോക്കാരുടെ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ ഹാൻ കുടുംബത്തിലെ ഹാൻ ഷിമിങ്ങും അയാളുടെ മകൻ വിൽമൗണ്ടുമുണ്ട്. അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്ന് വീക്ഷിച്ച വിൽമൗണ്ട് ഷിമിങ്ങിനോട് പറഞ്ഞു, അച്ഛാ, എന്തിനായിരിക്കാം ഈ ഓൾഡ് മാസ്റ്റർ ഈ സമയത്ത് ഒരു പാർട്ടി നടത്തുന്നത്? ഏയ് വിൽമൗണ്ട്, എനിക്കും അത് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും കളി കളിക്കാൻ ആ വയസ്സിന് ശ്രമിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് വിൽമൗണ്ടിന് അത്ര ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഏകദേശം ഷിമിങ്ങിനും അറിയാം. ഷിമിങ്ങിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഷാൻഹായി ആണ്. ഷാൻഹായി ആണ് ബ്ലാക്ക് കുടുംബത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത്. ഷാൻഹായി അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അയാളുടെ മകൻ വിൽമൗണ്ടിനെ കൊണ്ട് എമിലിയെ വിവാഹം കഴിപ്പിക്കാമെന്ന്. എമിലി ബ്ലാക്ക് കുടുംബത്തിലെ ഏക പെൺതിരിയാണ്. ബ്ലാക്ക് കുടുംബത്തിന് മരുമകനാകാൻ കഴിയുന്ന കക്ഷി സ്വാഭാവികമായിട്ടും സകലതയും ശ്രദ്ധ പിടിച്ചു പറ്റും. വിൽമൗണ്ട് ആയിരിക്കും ബ്ലാക്ക് കുടുംബത്തിന് മരുമകനെന്ന് ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പലരും വിൽമൗണ്ടിനെ കണ്ട് വിൽമൗണ്ടിന്റെ അടുത്തേക്ക് വന്ന് അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ആ കൊട്ടാര സദസ്യമായ ബിൽഡിങ്ങിന് മുന്നിലായി ടേബിളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരുന്നവർ ഓരോരോ ടേബിളിന് ചുറ്റുമായി ഇരിക്കുകയാണ്. എന്നാൽ പലരും അവിടെ നിൽക്കുന്നുമുണ്ട്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള ഒരു വെന്യൂ കൂടിയായിട്ടാണ് ഇത്തരം മീറ്റിങ്ങിലെ ആളുകൾ കാണുക. ഈ സമയത്താണ് ആ റോൾസ് റോയ്സ് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത് ആളുകളുടെ ശ്രദ്ധയപ്പെടുന്നത്. അത് കണ്ടതും ഷിമിങ് വിൽമൗണ്ടിനോട് പറഞ്ഞു, ഏയ് വിൽമൗണ്ട്, എംപറർ ബ്ലാക്ക് വരുന്നു. എംപറർ ബ്ലാക്ക് വരുന്നു എന്ന് വിൽമൗണ്ടിനോട് ഷിമിങ് പറയുമ്പോൾ സ്വാഭാവികമായും ഇതേ വാചകം അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സകലരുടെ ശ്രദ്ധ അവിടേക്ക് അങ്ങനെ ഒഴുകി വരുന്ന ആ റോൾസ് റോയ്സിലാണ്. ആ റോൾസ് റോയ്സ് കാറ് ഒഴുകി വന്ന് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം മനസ്സിൽ കണക്കൂട്ടിയ ഷിമിങ് വിൽമൗണ്ടിനോട് പറഞ്ഞു, ഏയ് വിൽമൗണ്ട്, ഓടിച്ചല്ലേ, ആ ഓൾഡ് മാസ്റ്ററുമായി ബന്ധമുണ്ടാക്ക്. കേൾക്കേണ്ട താമസം വിൽമൗണ്ട് ആ കാറ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം ലക്ഷ്യമാക്കി അതിവേഗം നീങ്ങി. വിൽമൗണ്ട് കാറിന്റെ അടുത്തെത്തിയതും കാർ നിന്നതും ഏതാണ്ട് ഒരേ സമയത്താണ്. ആ റോൾസ് റോയ്സ് കാർ വന്ന് നിൽക്കുന്നത് മറ്റു പലരും കണ്ടിട്ടുണ്ട്. അത് കണ്ട ആളുകളൊക്കെയും സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഗ്രീറ്റ് ചെയ്യാനായി ആ ഭാഗത്തേക്ക് അതിവേഗം മൂവ് ചെയ്തു തുടങ്ങി. അവരെത്തുന്നതിന് മുമ്പ് സെബാസ്റ്റ്യൻ ബ്ലാക്കുമായി ടൈപ്പ് ഉണ്ടാക്കാനായി ആ കാറിന്റെ ബാക്ക് ഡോറിന് അടുത്തെത്തിയ വിൽമൗണ്ട് വളരെ ബഹുമാനപൂർവ്വം ആ ഡോർ അങ്ങ് തുറന്നു. ശരിക്കും ബഹുമാനപൂർവ്വം വളരെ താഴ്മയോട് കൂടിയാണ് വിൽമൗണ്ട് ആ ഡോർ അങ്ങ് തുറക്കുന്നത്. വിൽമൗണ്ട് ആ ഡോർ തുറന്നതും അകത്തിരിക്കുന്ന ആള് വിൽമൗണ്ടിനോട് പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ വിൽമൗണ്ട്. അകത്തിരിക്കുന്ന ആളെയും ആ ആളുടെ ശബ്ദവും കേട്ട വിൽമൗണ്ട് ശരിക്കും വിറച്ചു എന്ന് പറയാം. അയാളുടെ പെരുവിരൽ മുതൽ തലമുടി വരെ ഒന്ന് കിടുങ്ങിക്കാണും. അയാൾക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അയാൾ കാണുന്നത്. സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിനൊപ്പം അയാൾ കാണുന്നത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്വാഭാവികമായിട്ടും അനവധി ടേബിളുകളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഷിമിങ്ങും ആ കാഴ്ച കണ്ടു. ബ്ലാക്ക് കുടുംബത്തിന്റെ റോൾസ് റോയ്സിൽ വന്നിറങ്ങിയ മാർക്ക് ഫെല്ലറെ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കണ്ടു. സകലർക്കും വല്ലാത്തൊരു കൗതുകം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രിന്റഡ് മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും മാർക്കിന്റെ പടം അവരൊക്കെ കണ്ടതാണ്. മാർക്കിനെയും എമിലി ബ്ലാക്കിനെയും ഒന്നിച്ചാണ് അവരൊക്കെ കണ്ടത്. ആ കാഴ്ചയെക്കുറിച്ചുള്ള ഓർമ്മ ആളുകളുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും മറുഭാഗത്തെ വാതിൽ വഴി എമിലി ബ്ലാക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും പുറത്തിറങ്ങി. പക്ഷെ ഈ സമയത്ത് മാർക്കിന് വേണ്ടി വാതിൽ തുറന്നുകൊടുത്ത വിൽമൗണ്ട് ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. അവന്റെ ആ ഞെട്ടിൽ നിന്ന് അവൻ അങ്ങോട്ട് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്ക് കാറിന് പുറത്തിറങ്ങിയതും മാർക്ക് ഫെല്ലർ ഈ സമയം കൊണ്ട് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തെത്തി. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്ത് മാർക്ക് എത്തുമ്പോൾ മാർക്കിന്റെ ഒരു കൈയിൽ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങ് പിടിച്ചു. മാർക്കിനെയും കൊണ്ട് സെബാസ്റ്റ്യൻ മുന്നോട്ട് നടന്നു തുടങ്ങി. ഈ സമയത്താണ് ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന വിൽമൗണ്ടിന് ഏതാണ്ട് ബോധം വീഴുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് മുൻഭാഗത്തേക്ക് നടക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയും മാർക്കിനെയും എമിലിയുമാണ്. വിൽമൗണ്ട് ഉടൻ തന്നെ ഓടി എമിലിയുടെ അടുത്തെത്തി. മിസ് എമിലി, എത്ര നാളായി കണ്ടിട്ട്? ഹാ വിൽമൗണ്ട്, നിങ്ങളും എത്തിയോ? അങ്ങനെ എമിലി പറഞ്ഞപ്പോ വിൽമൗണ്ട് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഗ്രാൻഡ്പാ, ഞാനും എത്തി കേട്ടോ. ഏയ് വിൽമൗണ്ട്, ആ നീ എത്തിയല്ലേ, ഓക്കെ, നീ ഏതെങ്കിലും സീറ്റിൽ ഇരിക്കേ. അങ്ങനെ പറഞ്ഞ സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനും എമിലിക്കൊപ്പം നടന്ന് ഏറ്റവും മുന്നിൽ
അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ആ ടേബിളിന്റെ അടുത്തെത്തി. ബ്ലാക്ക് കുടുംബത്തിന്റെ സെബാസ്റ്റ്യൻ ബ്ലാക്കിനും കുടുംബാംഗങ്ങൾക്കുമായി റിസർവ് ചെയ്തിരിക്കുന്ന ആ ടേബിളിനടുത്തെത്തിയ സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇവിടെ ഇരിക്കും. സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് ചേർന്ന് വലതു ഭാഗത്തായി മാർക്ക് ഫെല്ലർ ഇരുന്നു. മാർക്കിന്റെ തൊട്ടടുത്ത് എമിലി. അവർ മൂന്നുപേരെ ഇരിക്കുമ്പോഴേക്കും ആ ടേബിളിനടുത്തേക്ക് എത്തിയിരുന്ന ഷിമിങ് വിൽമൗണ്ടിനോട് പറഞ്ഞു, വിൽമൗണ്ട്, ഓൾമോസ്റ്റ് ഇടതു ഭാഗത്ത് പോയിരിക്കും. കേൾക്കേണ്ട താമസം അവൻ ഓടി വന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ഇടതു ഭാഗത്തിരുന്നു. അവന്റെ അടുത്തുള്ള സീറ്റിൽ ഷിമിങ്ങും ഇരുന്നു. ഷിമിങ്ങിന്റെ നേരെ എതിർഭാഗത്ത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറെ തന്നെ നോക്കിക്കൊണ്ടാണ് ഷിമിങ് ആ കസലിൽ ഇരുന്നത്. മാർക്ക് ഷിമിങ്ങിനെ കണ്ടു. ഈ സമയത്ത് തിമോത്തിയും അലോഷ്യസും അതുപോലെ വിക്ടറും അവിടെ എത്തി. അവരും ആ ടേബിളിലെ മറ്റു കസലുകളിൽ ഇരുന്നു. വരുന്നവരൊക്കെ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുമുണ്ട്. സെബാസ്റ്റ്യൻ ബ്ലാക്കും കുടുംബവും അവിടെ ആ ടേബിളിന് ചുറ്റുമായി ഇരുന്നു കഴിഞ്ഞതും പല ടേബിളിൻ്റെ അടുത്ത് നിന്നും ആളുകൾ ആ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. വരുന്നവർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ആശംസിച്ചുകൊണ്ട് സമ്മാനങ്ങൾ ഓഫർ ചെയ്യുകയാണ്. ആ സമ്മാനങ്ങൾ വാങ്ങിച്ചു വെക്കാനായി പരിചാരകർ തൊട്ട് പുറകിലുണ്ട്. ആളുകൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ അപ്പോൾ തന്നെ പുറകിലുള്ള ടേബിളിൻ്റെ മുകളിലേക്ക് പരിചാരകർ വാങ്ങിച്ചു വെക്കുകയാണ്. ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ ഷാൻഹായ് അങ്ങോട്ട് വന്നു. ഷാൻഹായ് നടന്ന് ആ ടേബിളിനടുത്തെത്തിയപ്പോൾ അയാളുടെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് സാക്ഷാൽ മാർക്ക് ഫെല്ലറിലാണ്. മാർക്ക് ഫെല്ലറെ നോക്കി ഷാൻഹായ് മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് സെബാസ്റ്റ്യൻ ബ്ലാക്കാണ്. ഷാൻഹായ്, ഞാനാണ് മാർക്കിനെ അവിടെ ഇരുത്തിയത്. ബർത്ത്ഡേ ബോയിയായ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ തൊട്ടടുത്ത് മാർക്ക് ഫെല്ലറെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എന്നാൽ അയാളുടെ ഇടതുവശത്ത് അതേപോലെ തൊട്ടടുത്തായി സാക്ഷാൽ വിൽമൗണ്ടും ഉണ്ട്. ശരിക്കും രസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ വലതു ഭാഗത്ത് മാർക്ക് ഫെല്ലർ, ഇടതു ഭാഗത്ത് വിൽമൗണ്ട്. ഷിമിങ്ങിന് സ്വാഭാവികമായിട്ടും ഈ കാഴ്ച ഒരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഷിമിങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ പതുക്കെ അയാളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അയാൾ മൊബൈൽ എന്തോ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു. ഈ സമയത്ത് മറ്റൊരു ടേബിളിൽ നിന്ന് ആളുകൾ ഷാൻഹായെ വിളിച്ചപ്പോൾ ഷാൻഹായ് ആ ടേബിളിൽ നേരെ നടന്നു. ഷാൻഹായ് ശരിക്കും പോപ്പുലറാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ നട്ടല് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ഷാൻഹായ്. ഷാൻഹായ് അതിശക്തനുമാണ്, ബിസിനസ് മാഗ്നറ്റുമാണ്. ഷാൻഹായുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ വളരെ ആവശ്യമുള്ള ഒന്നാണ്. ഷാൻഹായിയോട് സംസാരിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്ന കണ്ടതും ഷാൻഹായി ടേബിളിൽ നിന്ന് ടേബിളിലേക്ക് അങ്ങനെ മൂവ് ചെയ്യാണ്. ഈ കാഴ്ച കൗതുകപൂർവ്വം നോക്കിയിരിക്കുകയാണ് ഷിമിങ്. ഇതേ സമയത്ത് മാർക്ക് ഫെല്ലറും എമിലി തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വിൽമൗണ്ട് കൂടെ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അതിന് ഉത്തരം പറയുന്നുണ്ട്. അലോഷ്യസും വിക്ടറും അതുപോലെ തിമോത്തിയും ഒക്കെ ഈ സംഭാഷണത്തിന്റെ ഭാഗമാണ്. ആ സമയത്താണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്യാമറകളും മൈക്കുകളുമായി ആ ടേബിളിന് അടുത്തേക്ക് വന്നത്. ന്യൂസ് സ്ഥലത്ത് നിന്നുള്ള പത്രലേഖകരും മാധ്യമക്കാരും അവിടെ എത്തിയിരിക്കുന്നത്. അവരെ കണ്ടതും സെബാസ്റ്റ്യൻ ചോദിച്ചു, ഹേയ്, നിങ്ങളെന്താ ഇവിടേക്ക് വന്നത്? ഞാൻ പത്രക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ക്ഷമിക്കണം എമറൽ ബ്ലാക്ക്, അങ്ങേപ്പോലെ ഒരാൾ ഇതുപോലൊരു പാർട്ടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വാർത്തയല്ലേ. ഞങ്ങൾ വാർത്തകൾ ആളുകൾക്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഇത് ഒഴിവാക്കാനാവില്ലല്ലോ. അങ്ങനെ ആ ലേഖയുടെ മുന്നിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഒന്ന് പുഞ്ചിരിച്ചു. സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടി സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് ചോദിച്ചു, എമർ ബ്ലാക്ക്, അങ്ങയുടെ ചെറുമകൾ എമിലി ബ്ലാക്ക് വിവാഹിതയാകാൻ പോകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങ് ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്? അങ്ങയുടെ വലതു ഭാഗത്തിരിക്കുന്ന മാർക്ക് ഫെല്ലറിയാണോ അതോ ഇടതു ഭാഗത്തിരിക്കുന്ന വിൽമൗണ്ടിനെയാണോ? വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ പത്രലേഖക ചോദിച്ചത്. ആ ചോദ്യം ഉതിർന്നു വീണതും ശരിക്കും ഒരു നിശബ്ദത ആ എൻ്റെ സദസ്സിലുണ്ടായി. അടുത്തുള്ള ടേബിളുകളിലെ ആളുകൾ പെട്ടെന്ന് നിശബ്ദരായപ്പോൾ അതിന് സമീപത്തുള്ള ടേബിളുകളിലെ ആളുകളും നിശബ്ദരാകുകയായിരുന്നു. എന്താണ് സംഭവം എന്ന് ആർക്കൊരു പിടിയില്ല. പെട്ടെന്നൊരു നിശബ്ദത ആ എൻ്റെ സദസ്സിലും ഉണ്ടായി. സകല കണ്ണുകളും സെബാസ്റ്റ്യൻ ബ്ലാക്കിലേക്കാണ്.
സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്ത് പറയുന്നു എന്നറിയാനായി ചാനൽ ക്യാമറകൾ അദ്ദേഹത്തിന് മുഖത്തിന് ഫോക്കസ് ചെയ്യാം. അദ്ദേഹം പറയുന്ന വാക്ക് ഒപ്പിയെടുക്കാനായി മൈക്ക് നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൂടെയുള്ള ആളുകൾ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞു, മാർക്ക് ഫെല്ലർ എൻ്റെ ചെറുമകൾക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ്. ഈ ബ്ലാക്ക് കുടുംബത്തിൻ്റെ മരുമകനാകാൻ പറ്റിയ വ്യക്തി തന്നെയാണ് മാർക്ക് ഫെല്ലർ. വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും ആ പത്രലേഖിക സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് ചോദിച്ചു, എബർ ബ്ലാക്ക്, അപ്പോൾ ഹാൻ വിൽമൗണ്ടോ? ഹാൻ വിൽമൗണ്ട് മിടുക്കനല്ലേ? അവനും ശരിക്കും ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്. എമർ ബ്ലാക്ക്, തെറ്റിദ്ധരിക്കരുത്. ശരിക്കും ഇവരിൽ ആരെയാണ് അങ്ങയുടെ ചെറുമകൾക്ക് ഹസ്ബൻഡായി തിരഞ്ഞെടുക്കുന്നത്? കുറെ കൂടി വ്യക്തമായ ഒരു ചോദ്യത്തിലേക്ക് ആ ലേഖിക എത്തിയിരിക്കുകയാണ്. ഷിമിങ്ങിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഈ വയസ്സൻ ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞേ പറ്റൂ, ഇനി ഇയാൾക്ക് ഒഴിയാൻ പറ്റില്ല. അങ്ങനെ ചിന്തയാണ് ഷിമിങ്ങിൻ്റെ മനസ്സിലുള്ളത്. പെട്ടെന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കണ്ണുകൾ ഷിമിങ്ങിന്റെ മുഖത്ത് പതിഞ്ഞു. ആ ലേഖകരെയും ചാനലുകാരെയും അവിടെ വിളിച്ചു വരുത്തിയത് ഈ ഷിമിങ് ആണെന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് മനസ്സിലായെന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ നോട്ടം ഷിമിങ്ങിന്റെ മുഖത്ത് വീണപ്പോൾ തന്നെ ഷിമിങ്ങിന് മനസ്സിലായി. ഷിമിങ് ഒന്ന് പരിങ്ങി. എംബർ ബ്ലാക്കുമായി എതിരിടാൻ ഒരു കാരണവശാലും അയാൾക്ക് പറ്റത്തില്ല. ഷിമിങ് പെട്ടെന്ന് ഒന്ന് പരിങ്ങിയതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആ പത്രക്കാരോട് പറഞ്ഞു, ഹേയ്, ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, മറുപടി പറയേണ്ട ആള് എമിലിയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ മുന്നിലേക്ക് വന്ന പന്ത് വളരെ സമർത്ഥമായി എമിലിയുടെ നേരെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലായതും പത്രലേഖകർ ചോദ്യം എമിലിക്ക് നേരെയാക്കി. എമിലിക്ക് നേരെ അവർ ചോദ്യം ചോദിക്കാൻ പോയതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് അവരോട് പറഞ്ഞു, ഏയ് സ്റ്റോപ്പ്, ഇനി മതി. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ശബ്ദത്തിലുണ്ടായ ആ മാറ്റം സ്വാഭാവികമായിട്ടും ആ പത്രലേഖകർക്ക് മനസ്സിലാവും. അടുത്ത നിമിഷം അവർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, താങ്ക് യു സാർ. അങ്ങനെ പറഞ്ഞിട്ട് ആ എൻറ്റയർ ടീം പെട്ടെന്ന് അവിടെ നിന്ന് മാറി. കടക്കോ പുറത്ത് എന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അവരോട് പറയേണ്ടി വന്നില്ല. അതിനു മുമ്പ് അവർ അവിടെ നിന്ന് മാറുകയായിരുന്നു. ഷിമിങ് ആണ് ഏതാണ്ട് പെട്ടുപോയത്. ഡയറക്റ്റായ ഒരു ഉത്തരം സെബാസ്റ്റ്യൻ ബ്ലാക്കിൽ നിന്ന് ലഭിക്കുമെന്നാണ് അയാൾ കരുതിയത്. സകല ആളുകളും ശരിക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാർക്ക് ഫെല്ലർ പോലും ആ ഉത്തരം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വിദഗ്ധമായി ഗ്രാൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പന്ത് എമിലിക്ക് അടുത്തേക്ക് പാസ് ചെയ്തപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി മാർക്കിന്റെ ചുണ്ടിൽ വന്നു. ആ പുഞ്ചിരിയോടുകൂടി മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മുഖത്തേക്ക് നോക്കിയ ആ നിമിഷത്തിൽ മാർക്ക് ഒന്ന് പതറി. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ശരിക്കും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് ആളുകളെ ധരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെന്ന് മാർക്കിന് മനസ്സിലായി. സെബാസ്റ്റ്യൻ പെട്ടെന്ന് എണീറ്റു. സെബാസ്റ്റ്യൻ ചുറ്റും നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ അകത്തേക്ക് നടക്കാൻ പോയതും മാർക്ക് കൂടെ എണീറ്റ് സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഓൾമോസ്റ്റ് ഞാനും വരുന്നു. അങ്ങനെ മാർക്ക് പറഞ്ഞതും സെബാസ്റ്റ്യൻ മാർക്കിന്റെ ഷോൾഡറിലോട്ട് കൈവച്ചു. മാർക്കും സെബാസ്റ്റ്യൻ കൂടി ആ വീടിനകത്തേക്ക് നടന്നു. വീടിനകത്തേക്ക് നടന്ന മാർക്കും സെബാസ്റ്റ്യനും വീടിനകത്തേക്ക് കയറിയതും വാതിലും കടഞ്ഞു. വാതിൽ അടഞ്ഞ നിമിഷത്തിൽ സെബാസ്റ്റ്യൻ അടുത്തുള്ള സോഫയിലേക്ക് ഏതാണ് വെട്ടിയിട്ട പോലെ വീഴുകയായിരുന്നു. അയാൾ അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന സകല എനർജിയും അയാളിൽ നിന്ന് നഷ്ടമായെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ശരിക്കും മരണം അയാളുടെ തൊട്ടുമുന്നിൽ എത്തിയെന്ന് വ്യക്തം. മാർക്ക് സെബാസ്റ്റ്യനെ ആ സോഫയിൽ നേരെ കിടത്തി. അതിനുശേഷം മാർക്ക് സെബാസ്റ്റ്യന്റെ മുഖത്തൊന്ന് തട്ടി നോക്കുകയാണ്. ഓൾമാസ്റ്റർ. മാർക്ക് സെബാസ്റ്റ്യനെ തട്ടി വിളിക്കുകയാണ്. ഈ നിമിഷത്തിലാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് സാക്ഷൽ ഷാൻഹായി അകത്തേക്ക് വരുന്നത്. ഷാൻഹായി അകത്തേക്ക് വന്നപ്പോൾ അയാൾ കാണുന്നത് സെബാസ്റ്റ്യനെ തട്ടി വിളിക്കുന്ന മാർക്കിനെയാണ്. നിശ്ചലനായി കിടക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തിരിക്കുന്ന മാർക്കിനെയും നോക്കിയ ഷാൻഹായി ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്റെ അച്ഛനെ കൊന്നു അല്ലേ?
ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഷാൻഹായിയുടെ വകയായി ഉണ്ടായത്. ഷാൻഹായി ആ ചോദ്യം ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് എമിലി ബ്ലാക്ക് അകത്തേക്ക് വരുന്നത്. അകത്തേക്ക് കാലെടുത്ത് വെച്ച് എമിലി ബ്ലാക്ക് സോഫയിൽ നിശ്ചലനായി കിടക്കുന്ന അവളുടെ ഗ്രാൻഡ് പേ കണ്ടു. ആ കാഴ്ച ഒരു അലർച്ചയാണ് എമിലിൽ ഉണ്ടാക്കിയത്. ശരിക്കും അലറി കരഞ്ഞുകൊണ്ട് അവൾ സെബാസ്റ്റ്യൻ ബ്ലാക്കിനടുത്തേക്ക് ഓടിയെത്തി. ഇതേ നിമിഷത്ത് തന്നെ എമിലിക്ക് പുറകിലായി അലോഷിയും തിമോത്തിയും അതുപോലെ വിക്ടറും എത്തി. സകലരും അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. അലറെ കരയുന്ന എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിന് മുന്നിൽ ആ സോഫയിൽ നിശ്ചലനായി കിടക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അടുത്തിരിക്കുന്ന മാർക്ക് ഫെല്ലർ. അലോഷി ഓടി വന്ന് അറിയാതെ ചോദിക്കുകയാണ്, എന്തുണ്ടായി? അതിന് മറുപടി പറഞ്ഞത് ഷാൻഹായിയാണ്. ഏയ് അലോഷി, ഈ മാർക്ക് നമ്മുടെ അച്ഛനെ കൊന്നു. ഷാൻഹായിയുടെ ആ ഡയലോഗിന് ശരിക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ നിമിഷത്ത് തന്നെ എമിലി മറുപടി പറയാണ്, അങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? മാർക്ക് അതൊന്നും ചെയ്യത്തില്ല. ഏയ് എമിലി, നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? നമ്മുടെ മുന്നിലൂടെ ആരോഗ്യത്തോടെ അല്ലേ അച്ഛൻ അകത്തേക്ക് വന്നത്? ഞാൻ അകത്തേക്ക് വരുമ്പോ അച്ഛൻ ഈ അവസ്ഥയിലാണ്. എന്താ സംഭവിച്ചതെന്ന് മാർക്കിന് മാത്രമല്ലേ അറിയാവൂ. മാർക്ക് അച്ഛനെ എന്തോ ചെയ്തു. ഷാൻഹായി അങ്ങനെ കുരയ്ക്കുമ്പോൾ അലോഷിയും തിമോത്തിയും വിക്ടറും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ നിമിഷത്തിൽ സെബാസ്റ്റ്യന് അടുത്തിരിക്കുന്ന മാർക്ക്, സെബാസ്റ്റ്യന്റെ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മാർക്ക് അലോഷിയോട് പറഞ്ഞു, അങ്കിൾ, നമുക്ക് ഓൾഡ് മാസ്റ്ററെ രക്ഷിക്കാൻ പറ്റും. മാർക്ക്, ഉറപ്പായും പറ്റുമോ? അതെ അങ്കിൾ, ഉറപ്പായും നമുക്ക് പറ്റും. അലോഷിയോട് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് മാർക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷാൻഹായിയും കേട്ടു. ഷാൻഹായി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ പറഞ്ഞേ? അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെന്നോ? അച്ഛൻ മരിച്ചില്ലേ? അച്ഛൻ എങ്ങനെ രക്ഷിക്കാം? മിസ്റ്റർ ഷാൻഹായി, നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ മരണത്തിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛൻ്റെ ഡിവൈൻ സെൻസ് ഇപ്പോഴും സജീവമാണ്. കുറച്ചു നേരം കൂടി അതുണ്ടാവും. ആ ഡിവൈൻ സെൻസ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ബോഡി കണ്ടുപിടിച്ചാൽ മതി. മാർക്ക്, നീ എന്തായി പറയുന്നത്? മിസ്റ്റർ ഷാൻഹായി, ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ബോഡിയിൽ ഇനി ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. ഈ ബോഡിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ സെൻസിനെ നമുക്ക് മാറ്റണം, മാറ്റി വേറൊരു ബോഡിയിൽ എത്തിക്കണം. അങ്ങനെ വന്നാൽ ഓൾഡ് മാസ്റ്റർക്ക് ഇനിയും ജീവിക്കാൻ പറ്റും. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ ആശയം കേട്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, സത്യമാണോ? ഗ്രാൻഡ് പേ രക്ഷിക്കാൻ പറ്റുമോ? എമിലി, ഞാനല്ലേ പറയുന്നത്, ഉറപ്പായും പറ്റും. എൻ്റെ ഒരു സുഹൃത്തിനെ ഈ ശൈലിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ രക്ഷിച്ചതാണ്. ജിയാങ്ഗുവിൻ്റെ നഷ്ടപ്പെട്ടു പോയ ബോഡിക്ക് പകരം വേറൊരു ബോഡി കണ്ടെത്തി ജിയാങ്ഗുവിൻ്റെ ഡിവൈൻ സെൻസിനെ ആ ബോഡിയിലേക്ക് മാർക്ക് മാറ്റിയത് ഡാർക്ക് എർത്ത് വാലിയിൽ വെച്ചാണ്. അതേ ഡാർക്ക് എർത്ത് വാലിയിലേക്ക് ഈ ഓൾഡ് മാസ്റ്ററുടെ ബോഡി എത്തിക്കാൻ പറ്റിയാൽ തനിക്ക് ഓൾഡ് മാസ്റ്ററിന്റെ ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡിവൈൻ സെൻസിനെ മറ്റൊരു ബോഡിയിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് മാർക്ക് പറയുന്നത്. മാർക്ക് പറഞ്ഞ കാര്യം ഷാൻഹായിക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷെ ഷാൻഹായിക്ക് അത് അനുവദിക്കാൻ പറ്റില്ല. അയാൾ കാത്തിരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി അയാൾ ആഗ്രഹിക്കുന്നതാണ് അയാളുടെ അച്ഛൻ്റെ മരണം. അയാളുടെ അച്ഛൻ മരിച്ചാൽ മാത്രമേ അയാൾക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ തലപ്പത്ത് വരാൻ പറ്റൂ. ഇതാ അച്ഛൻ മരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇതാ ഒരുത്തൻ ഒരു ഐഡിയയുമായി വരുന്നത്, അച്ഛൻ്റെ ജീവൻ ഇനിയും രക്ഷിക്കാൻ പറ്റുമെന്ന്. അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അയാൾ എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മരണം. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചു എന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു സന്തോഷം ഷാൻഹായിക്ക് ഉണ്ടായതാണ്. ഇതാ അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ പറയുകയാണ്, സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്ന്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ, ജിയാങ്ഗു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇതാ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്നാണ് മാർക്ക് ഫെല്ലർ പറയുന്നത്. സമ്മതിച്ചു കൊടുത്താൽ പിന്നെയും പ്രശ്നമാകും. പിന്നെയും സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മരണം വരെ താൻ കാത്തിരിക്കേണ്ടി വരും. അത് മനസ്സിലാക്കിയ ഷാൻഹായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ കള്ളത്തരങ്ങൾ ഇവിടെ എടുക്കണ്ട. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഷാൻഹായി ഉടനെ ആളുകളെ വിളിച്ചു. അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
ചെറിയ ഒരു ജീവൻ ഇപ്പോഴും സെബാസ്റ്റ്യൻ ബ്ലാക്കിൽ ബാലൻസ് ഉണ്ട്. ആ ജീവൻ നഷ്ടമാകാതിരിക്കാൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഷാൻഹായ് പറഞ്ഞപ്പോൾ പിന്നീട് ഒരു ചർച്ചയും ഉണ്ടായില്ല. സകല ആളുകളും ചേർന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ തൊട്ട് സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എമിലി ബ്ലാക്കും ഷാൻഹായും അലോഷ്യസും തിമോത്തിയും വിക്ടറും ഒക്കെ ഹോസ്പിറ്റലാണ്. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കുമായി ബന്ധുക്കളൊക്കെ ആശുപത്രിയിലേക്ക് മടങ്ങിയപ്പോൾ ഫോർട്ട് മാൻഡറിൽ നിന്ന് മാർക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ വസതിയിലേക്ക് മടങ്ങി. മാർക്ക് ആ വസതിയിൽ ശരിക്കും വിഷണ്ണനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. മാർക്ക് വളരെ വ്യക്തമായും ആ കാഴ്ച കണ്ടുവരാം. മാർക്കിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ചിത്രം അങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ നെറ്റിയിൽ ഇപ്പോഴും ആ ഡിവൈൻ സെൻസ് തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആ ഡിവൈൻ സെൻസ് അധികം നേരം അവിടെ ഉണ്ടാവില്ല. ആശുപത്രിയിലെ ഡോക്ടേഴ്സിന് ഒരു കാരണവശാലും സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മാർക്കിന് പൂർണ്ണ ബോധ്യമാണ്. അതിൻ്റെതായ ഒരു ആവലാതി മാർക്കിനുണ്ട്. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ മരണത്തിലേക്ക് വിടാനാണ് ഷാൻഹായ് ആലോചിക്കുന്നത്. അക്കാര്യം മാർക്കിന് ഏതാണ്ട് ബോധ്യമാണ്. മാർക്കിന് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ പരിശോധിച്ച ഡോക്ടേഴ്സ് പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കളോടായി ആ വാചകം പറഞ്ഞു: മിസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഏതാനും നിമിഷങ്ങൾ കൂടിയേ ജീവിച്ചിരിക്കൂ. നിങ്ങൾക്ക് അദ്ദേഹത്തെ നിങ്ങളുടെ വസതിയിലേക്ക് കൊണ്ടുപോകാം. എല്ലാ ബന്ധുക്കളെയും മറ്റുള്ളവരെയും അറിയിക്കുന്നതാണ് നല്ലത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഏതാനും നിമിഷങ്ങൾ കൂടിയേ ആയുസുള്ളൂ എന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടേഴ്സ് വ്യക്തമാക്കിയതും സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ബ്ലാക്ക് കുടുംബത്തിന്റെ ആ കൊട്ടാര സദസ്യമായ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്ന മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തി. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ കട്ടിലേക്ക് കൊണ്ട് കിടത്തിയതും മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ നെറ്റിയിൽ കൈവച്ച മാർക്ക് അലോഷ്യയോട് പറഞ്ഞു: അങ്കിൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. മാർക്ക്, നീ പറയുന്നതനുസരിച്ച് ചെയ്താൽ അച്ഛനെ ഇനി ജീവിക്കാൻ പറ്റുമല്ലേ? അങ്കിൾ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്തിനെ ആ ശൈലിയിൽ ഞാൻ രക്ഷിച്ച കാര്യം. ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഷാൻഹായ് പറഞ്ഞു: ഏയ്, ഇവൻ കബളിപ്പിക്കാൻ എന്തോ പരിപാടി പറയുകയാണ്. ഇവൻ അച്ഛന്റെ ബോഡി അടിച്ചു മാറ്റാനായി ഒരു അഭിപ്രായം പറയുന്നതാണ്. ഷാൻഹായ് അങ്ങനെ പറഞ്ഞതും അലോഷി ഷാൻഹായോട് പറഞ്ഞു: ഏയ് ഷാൻഹായ്, എന്താ അങ്ങനെ പറയുന്നത്? അച്ഛൻ മരിച്ചു കാണണമെന്ന് ഷാൻഹായിക്ക് ആഗ്രഹമുണ്ടല്ലേ? ശരിക്കും ഷാൻഹായിയോട് വെട്ടിത്തുറന്ന് സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് അലോഷിക്കുള്ളത്. പക്ഷെ ഈ നിമിഷത്തിൽ എമിലി ബ്ലാക്കിന്റെ പിതാവ് അലോഷി അയാളുടെ മനസ്സ് ഏതാണ്ട് തുറക്കുകയായിരുന്നു. അലോഷി അങ്ങനെ പറഞ്ഞതും സാധാരണഗതിയിൽ ഷാൻഹായിക്കൊപ്പം നിൽക്കുന്ന വിക്ടറും തിമോത്തിയും ഷാൻഹായിയോട് പറഞ്ഞു: ചേട്ടാ, അലോഷി പറഞ്ഞനുസരിച്ച് നമുക്ക് ഒരു ശ്രമം നടത്താം. മാർക്ക് ഫെല്ലർ അവരുടെ അച്ഛനെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ സകലരും തനിക്ക് എതിരാകുമെന്നൊരു തോന്നൽ ആ നിമിഷത്തിൽ ഷാൻഹായിക്കുണ്ടായി. ഷാൻഹായി ഒന്നും പറയാതെ അവിടുന്ന് പുറത്തിറങ്ങി. ഷാൻഹായി ഒരു മറുപടി പറയാതെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. ഷാൻഹായിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി അലോഷ്യസും തിമോത്തിയും കൂടെ വിക്ടറും ഇറങ്ങി. ആ 4 സഹോദരന്മാരും പുറത്ത് ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അടുത്തുള്ളത് എമിലി ബ്ലാക്കും മാർക്കുമാണ്. ഇപ്പൊ സമയം രാത്രി ഏകദേശം 9 മണിയാണ്. മാർക്ക് ഫെല്ലർ അടുത്തിരിക്കുന്ന എമിലി ബ്ലാക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ നോക്കി കരയുന്നുണ്ട്. കരയുന്ന എമിലി ബ്ലാക്കിന്റെ കണ്ണിലെ കണ്ണുനീര് തുളച്ച് മാർക്ക് എമിലിയെ അവന്റെ ശരീരത്തോട് ചേർത്തിരുത്തി. മാർക്കിന്റെ ഷോൾഡറിലേക്ക് തലചായ്ച്ച എമിലി അവളുടെ ഗ്രാൻഡ് പേ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയുന്നതിനിടയിലും അവൾ മാർക്കിനോട് ചോദിക്കുന്നുണ്ട്: മാർക്ക്, എൻ്റെ ഗ്രാൻഡ് പേ രക്ഷിക്കാൻ പറ്റൂലല്ലേ? എമിലി, ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ടത് പറ്റും. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പതുക്കെ സമയം കടന്നു പോവുകയാണ്. എപ്പോഴോ മാർക്കും എമിലിയും ഉറക്കത്തിലേക്ക് വീണു. സൂര്യപ്രകാശം അവരുടെ മുഖത്ത് വീഴുമ്പോഴാണ് അവർ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന മാർക്ക് ആദ്യം നോക്കിയത് കട്ടിലേക്കാണ്. കട്ടിൽ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഇല്ല. അത് കണ്ടതും മാർക്ക് എമിലിയെ കുലുക്കി ഉണർത്തി. എമിലി യഥാർത്ഥത്തിൽ മാർക്കിന്റെ ദേഹത്ത് കിടന്ന് ഉറങ്ങിയായിരുന്നു. എമിലിയോടായി മാർക്ക് പറഞ്ഞു: എമിലി, ഗ്രാൻഡ്പാ. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി ചാടി എണീറ്റു. മാർക്കും എമിലിയും കൂടി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തെത്തുമ്പോൾ അവർ കാണുന്നത് വിശാലമായ ആ ബ്ലാക്ക് കുടുംബത്തിൻ്റെ ഹാളിൽ ഒരു ശവപ്പെട്ടിയിൽ
സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ കിടത്തിയിരിക്കുന്നതാണ്. ഒരു അടിപൊളി ശവപ്പെട്ടി, ബോഡികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ആംബുലൻസിൽ ഉപയോഗിക്കുന്ന AC ഉള്ള ആ പെട്ടിയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ കാഴ്ച കണ്ട മാർക്ക് ശരിക്കും നടുങ്ങിയെന്ന് പറയാം. കട്ടിലിൽ കിടക്കുകയായിരുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കും ആ ശവപ്പെട്ടി കിടക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ശവപ്പെട്ടിയിൽ ഒരാൾ കിടക്കുമ്പോൾ അയാൾ മരിച്ചു എന്നാണ് അർത്ഥം. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചുവെന്ന് ആളുകളെ ധരിപ്പിക്കാനായി ഷാൻഹായി കട്ടിൽ നിന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ എടുത്ത് ആ പെട്ടി കിടത്തിയതാണ്. ആ കാര്യം മാർക്കിന് ഉറപ്പാണ്. പക്ഷെ മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഷാൻഹായി മാർക്കിന് അടുത്തേക്ക് വന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അച്ഛൻ്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ AC പെട്ടിയിലേക്ക് നമ്മൾ ആക്കിയതാണ്. അലോഷ്യസും തിമോത്തിയും വിക്ടറും കൂടി അങ്ങനെ പറഞ്ഞതും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് അതങ്ങ് സമ്മതിച്ചു. അതെ, ഓൾഡ് മാസ്റ്ററുടെ ബോഡിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് അങ്ങനെ ആക്കിയത്. മരിച്ചു പോയാലാണ് ഒരാളുടെ ബോഡി സാധാരണഗതിയിൽ പ്രിസർവ് ചെയ്യുന്നത്. മരിക്കുന്നവരെയും അയാളുടെ ബോഡിയിലെ ഊർജം അയാളെ സംരക്ഷിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളെ പെട്ടിയിലാക്കി എന്ന് പറയുമ്പോൾ അയാളെ മരിച്ചതായി കാണുന്നു എന്നാണ് അതിനർത്ഥം. മാർക്ക് അലോഷ്യോട് ചോദിച്ചു, അങ്കിൾ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമുക്ക് ഓൾഡ് മാസ്റ്റർ രക്ഷിക്കാൻ പറ്റും. മാർക്ക്, അത് ഞങ്ങൾക്ക് അറിയാം. അച്ഛനെ മാർക്കിനെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടിയിൽ കിടക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലോഷി വളരെ ശക്തമായിട്ട് തന്നെ ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. അയാളുടെ അച്ഛനെ രക്ഷിക്കാൻ മാർക്ക് ഫെല്ലർക്ക് കഴിയുമെങ്കിൽ മാർക്ക് ഫെല്ലറെ അതിനെ അനുവദിക്കണമെന്നാണ് ഷാൻഹായിയോട് അലോഷി ആവശ്യപ്പെടുന്നത്. അലോഷിയുടെ ആവശ്യത്തിൽ ന്യായമുണ്ടെന്നുള്ള ഒരു അഭിപ്രായം വിക്ടർക്കും അതുപോലെ തിമോത്തിക്കുമുണ്ട്. 3 സഹോദരന്മാരും ഒരുമിച്ച് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ താനായിട്ട് അതിനെതിർ നിൽക്കുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് പെട്ടെന്ന് ഷാൻഹായി മാറി. ഷാൻഹായി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, നീ എൻ്റെ അച്ഛന് ഒന്നും പറ്റാതെ നോക്കണം. ശവപ്പെട്ടി കിടത്തിയിരിക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഒന്നും പറ്റാതെ നോക്കണമെന്നാണ് ഷാൻഹായി മാർക്കിനോട് പറഞ്ഞത്. ഷാൻഹായി സംബന്ധിച്ചതും മാർക്ക് ആ ശവപ്പെട്ടി അതുപോലെ എടുത്ത് മാർക്കിന്റെ ആ മാജിക് ആർട്ടിഫാക്റ്റിനകത്തോട്ട് വെച്ചു. മാർക്കിന്റെ കയ്യിലുള്ള ആ മാന്ത്രിക നിലവറയിലേക്ക് എന്ത് വേണമെങ്കിലും ഒളിപ്പിക്കാൻ പറ്റും. മാർക്ക് ആ ശവപ്പെട്ടി ആ നിലവറയിലേക്ക് ഒളിപ്പിക്കുന്നുണ്ടതും ഷാൻഹായി ലേശ കൗതുകത്തോടെ മാർക്കിനൊന്ന് നോക്കി. ഇവൻ കൊള്ളാമല്ലോ. ഒരു മാന്ത്രിക നിലവറ സ്വന്തമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ന്യൂ സെലസ്റ്ററിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്ക് മാത്രം ചിലപ്പോൾ സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഈ മാന്ത്രിക നിലവറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാർഷൽ ആർട്സ് മേഖലയിൽ അത്ര ശക്തരായിരിക്കണം. വൻതോതിൽ പണം മുടക്കിയാലേ അതുപോലെ ഒരു നിലവറ സമ്പാദിക്കാൻ പറ്റും. ഇവന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യമാണ് സ്വാഭാവികമായും ഷാൻഹായിയുടെ മനസ്സിലുണ്ടായത്. എമിലിയോടും അലോഷ്യസിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഉടൻ തന്നെ ആ മാന്ത്രിക നിലവറയുമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്കിന്റെ കയ്യിലുള്ള മാന്ത്രിക നിലവറ എന്ന് പറയുന്നത് കയ്യിലിട്ടിരിക്കുന്ന ഒരു വളയാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് അവിടുന്ന് പുറത്തേക്ക് പോകാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. മാർക്കിന്റെ ലക്ഷ്യം സൗത്ത് ഈസ്റ്റിലുള്ള ആ ഡാർക്ക് എർത്ത് വാലിയാണ്. ഡാർക്ക് എർത്ത് വാലിയിലേക്ക് പോകാനായി സ്വാഭാവികമായും ഒരു ഫ്ലൈറ്റ് ആവശ്യമുണ്ട്. ബ്ലാക്ക് കുടുംബത്തിന് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് സിമ്പിൾ കാര്യമാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ഫ്ലൈറ്റ് തന്നെ മാർക്കിന് വേണ്ടി അറേഞ്ച് ചെയ്യപ്പെട്ടു. എമിലി ബ്ലാക്ക് അതിവേഗം ആ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തതും മാർക്ക് ആ ഫ്ലൈറ്റിലേക്ക് കയറാനായി എയർപോർട്ടിലെത്തി. ആ നിമിഷത്തിൽ മാർക്ക് ചിൽറ്റൗണിലുള്ള ജിയാഗുവിനെ വിളിച്ചു. ജിയാഗു, എനിക്ക് അത്യാവശ്യമായ ഒരു ബോഡി വേണം. മാർക്കിന്റെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ടപ്പോൾ ജിയാഗുവിന് വല്ലാത്തൊരു ഞെട്ടൽ. മാർക്ക്, എന്താ പറഞ്ഞ ബോഡി വേണമെന്നോ? ജിയാഗു, എനിക്കിപ്പോ വിശദീകരിക്കാനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരു ബോഡിയുമായി ഡാർക്ക് എർത്ത് വാലിയിൽ എത്ത്. മാർക്കിന്റെ ശബ്ദത്തിലെ വ്യക്തതയും ധൃതിയും രണ്ടും ഒരുപോലെ ജിയാങ്കു തിരിച്ചറിയുന്നുണ്ട്. ജിയാങ്കുവിന്റെ അത്രയും പറഞ്ഞതിന് ശേഷം മാർക്ക് ഫോൺ കട്ട് ചെയ്തു പ്ലെയിനിലേക്ക് കയറി. മാർക്കിനെയും കൊണ്ട് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു കാണും. ബ്ലാക്ക് കുടുംബത്തിൽ ഷാൻഹായി ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഷാൻഹായിക്ക് ചുറ്റുമായി സകല ആളുകൾ ഇരിപ്പുണ്ട്. അലോഷിയും തിമോത്തിയും വിക്ടറും എമിലിയും എന്ന് വേണ്ട ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട്.
ആ ആളുകളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഷാങ്ഹായി അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആകസ്മികമായ ആ വീഴ്ച സ്വാഭാവികമായും ഷാങ്ഹായിയെ ഉലച്ചിട്ടുണ്ടാവുമെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഷാങ്ഹായി അവർ വിളിപ്പിച്ചതെന്നും എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് കേൾക്കാനായി ഷാങ്ഹായിയുടെ മുഖത്തേക്ക് നോക്കിയതും ഷാങ്ഹായി അവരോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ആ അച്ഛനെയാണ് ആ മാർക്ക് ഫെല്ലർ കൊന്നത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഷാങ്ഹായിയുടെ ഭാഗത്തുനിന്നുണ്ടായതും അലോഷി ഉറക്കെ ചോദിച്ചു പോവുകയാണ്, ഏയ് ഷാങ്ഹായി എന്തായി പറയുന്നത്? മുഖം വലിഞ്ഞു മുറുകിയ എമിലി ബ്ലാക്ക് ഷാങ്ഹായിയെ ഒന്ന് തുറച്ചു നോക്കിയതും ഷാങ്ഹായി അലോഷിയോടും അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. നമ്മുടെ അച്ഛനെ കൊന്നത് മാർക്ക് ഫെല്ലറാണ്. അവൻ അച്ഛനെ കൊന്നു എന്ന് മാത്രമല്ല, അച്ഛനെ കൊന്നതിന് ശേഷം അച്ഛൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. അച്ഛന് ഡെഡ് ബോഡി പോലും നമുക്ക് നൽകാതെ ഇവിടുന്ന് മുങ്ങിയ അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ പിടികൂടാനായി ഞാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ പോവുകയാണ്. ഷാങ്ഹായി അത് പറഞ്ഞു നിർത്തിയതും തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടിയിട്ട് എമിലി ബ്ലാക്ക് ചാടി എണീറ്റു. അങ്ങൾ എന്തായി പറയുന്നത് അറിയാവോ? ശരിക്കും അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. അത് കണ്ട ഷാങ്ഹായി എമിലിയോട് പറഞ്ഞു, എമിലി കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്ത് കൂൾ ഡൗൺ? അങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? അങ്ങളെന്താ മാർക്കിനെ കുറ്റക്കാരനാക്കാൻ പോവുകയാണോ? ഏയ് എമിലി, നീ എന്താ എനിക്കെതിരെ നിൽക്കാൻ പോവുകയാണോ? അങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. അങ്ങനെ എമിലി പറഞ്ഞതും ഷാങ്ഹായി അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നോക്ക്, ഈ എമിലിയെ ഇനി ഒരു കാര്യത്തിലും നിങ്ങൾ പങ്കെടുപ്പിക്കേണ്ട. ഇവളുടെ അധികാരങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഷാങ്ഹായി പറഞ്ഞ ആ നിമിഷത്തിൽ എമിലി ഷാങ്ഹായിയോട് പറഞ്ഞു, അത് അങ്കിളങ്ങ് തീരുമാനിച്ച പോരല്ലോ. അങ്ങനെ അവൾ പറഞ്ഞതും അവളുടെ കൈ ഒന്ന് ഞൊടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ശരിക്കും അപ്രതീക്ഷിതമായി അനവധി ആളുകൾ ആ ഹാളിനകത്തേക്ക് കടന്നു വന്നു. സകല ആളുകൾക്കും വല്ലാത്തൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഏയ് എമിലി, നീ എന്താ എനിക്കെതിരെ നിൽക്കാൻ പോവുകയാണോ? അങ്ങനെ പറഞ്ഞിട്ട് ഷാങ്ഹായി അവിടേക്ക് വന്ന ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനോട് പറഞ്ഞു, നോക്കേ, നിങ്ങളെല്ലാം വേഗം സ്ഥലം വിട്ടേ. അത് കേട്ടതും ആ ഗ്രാൻഡ് മാസ്റ്റർമാരിൽ ഒരാൾ ഷാങ്ഹായിയോട് പറഞ്ഞു, ക്ഷമിക്കണം മാസ്റ്റർ ഷാങ്ഹായി, ഞങ്ങൾക്ക് അങ്ങയുടെ ആജ്ഞ അനുസരിക്കാൻ പറ്റില്ല. ഷാങ്ഹായി ശരിക്കും അമ്പരന്ന് പോയ, ഞെട്ടിപ്പോയ ഒരു വാചകമാണ് ആ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞത്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 8 പേര് നിരന്നു നിൽപ്പുണ്ടോ? ആ പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ അമ്പരപ്പെടെ നോക്കിയ ഷാങ്ഹായെ ഞെട്ടിച്ചുകൊണ്ട് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനിടയിലൂടെ ഒരാൾ മുന്നോട്ട് വന്നു. ഗ്രാൻഡ് മാസ്റ്റേഴ്സിനേക്കാൾ മുകളിൽ നിൽക്കുന്ന മാർക്കസ് ലെവലിലുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ് മുന്നോട്ട് വന്നത്. അയാളുടെ മുഖത്ത് തികഞ്ഞ ശാന്തതയാണ്. അയാൾ ഷാങ്ഹായിയോട് പറഞ്ഞു, മിസ്റ്റർ ഷാങ്ഹായ്, ഞങ്ങൾക്ക് 2 ആളുകളെ അനുസരിക്കാനാവും. ഒന്ന് ഓൾഡ് മാസ്റ്റർ, മറ്റത് മിസ് എമിലി ബ്ലാക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെറുമകളായ എമിലി ബ്ലാക്കിന്റെ സംരക്ഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് വ്യക്തം. പീക്ക് ലെവലിലുള്ള 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും അവർക്ക് മുകളിലുള്ള ഒരു മാർക്കസിനെയും ചെറുമകൾക്ക് വേണ്ടി സെബാസ്റ്റ്യൻ ബ്ലാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എമിലിയുടെ മാത്രം ഉത്തരവ് അനുസരിക്കാനായി 9 ആളുകളെ അവശേഷിപ്പിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് കടന്നുപോയിരിക്കുന്നത്. സംഭവത്തിന്റെ ഏകദേശം ഒരു ചിത്രം ഷാങ്ഹായിക്ക് മനസ്സിലായി. അലോഷിയും അതുപോലെ തിമോത്തിയും വിക്ടറും നിശബ്ദരാണ്. അവർക്ക് ഈ കളിയിൽ പങ്കില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അവർ ന്യൂട്രലായതും ഷാങ്ഹായി ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് അയാൾ മടങ്ങിയെത്തിയത് അയാളുടെ വസതിയിലേക്കാണ്. അയാളുടെ വസതിയിൽ അയാൾ മടങ്ങിയെത്തുമ്പോൾ അയാളെ കാത്തു നിൽക്കുകയാണ് അയാളുടെ ആ മിലിറ്ററി സെക്രട്ടറി. മിലിറ്ററി സെക്രട്ടറി ഷാങ്ഹായെ കണ്ടതും ഷാങ്ഹായിയോട് പറഞ്ഞു, അങ്ങ് ശരിക്കും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട സമയമാണ്. അതെനിക്കറിയാം. പക്ഷേ ഞാൻ വിചാരിച്ചില്ല എൻ്റെ അച്ഛൻ എമിലിയെ ഈ ശൈലിയിൽ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. ബ്ലാക്ക് കുടുംബത്തിനകത്ത് ഒരു മത്സരമുണ്ടായാൽ ഷാങ്ഹായിക്ക് തന്റെ ശക്തി കൊണ്ട് എല്ലാവരും തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് ഷാങ്ഹായി ധരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എമിലിക്കൊപ്പം മാർക്കസ് ഒരു ഒന്നൊന്നര സംഭവമാണ്.
ഒരാൾക്കും മാർക്വിസിനെ തോൽപ്പിക്കാനാവില്ല. മാർക്വിസും അയാൾക്കൊപ്പമുള്ള 8 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സും എമിലിക്കൊപ്പം നിൽക്കുമ്പോൾ എമിലിയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അങ്ങനെ ഒരു ധാരണ ഷാങ്ഹായിക്കുണ്ട്. ഷാങ്ഹായി ആ ധാരണ സെക്രട്ടറിയോട് പങ്കുവയ്ക്കുമ്പോൾ ആ മുറിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നത് മറ്റാരുമല്ല, ഷാങ്ഹായിയുടെ ഭാര്യയാണ്. അവർ ഷാങ്ഹായിയോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുകയാണ്. ഈ ബ്ലാക്ക് കുടുംബം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ മാർക്ക് ഫെല്ലറെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? മാർക്ക് ഫെല്ലറെ തീർക്കാൻ നിങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഷാങ്ഹായിയുടെ ഭാര്യ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഷാങ്ഹായിയുടെ മുഖമൊന്ന് വികസിച്ചു. ശരിക്കും ഒരു പ്രകാശം അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇരച്ച് കയറി വരികയാണ്. അയാൾക്ക് നേരിട്ട് മാർക്ക് ഫെല്ലറെ തൊടേണ്ട കാര്യമില്ല. ആ ധാരണ ഉണ്ടായതും അയാൾ ഫോൺ എടുത്ത് ഒരു നമ്പർ കറക്കി. ശരിക്കും രാത്രിയിൽ ആ ഫോൺ റിങ് ചെയ്യുന്ന കണ്ടതും മറുഭാഗത്തുള്ള ആൾ ഫോൺ എടുത്തു. ഹലോ, ന്യൂസ് സെലസ് എന്നുള്ള നമ്പർ കണ്ടിട്ടാണ് അയാൾ എടുക്കുന്നത്. ഏയ് കൗഷാൻ, ഞാൻ ന്യൂസ് സെലസ് നിന്ന് ഷാങ്ഹായിയാണ്. തികച്ചും ഒരു അലസതയോടുകൂടി ഫോൺ എടുത്ത കൗഷാൻ പെട്ടെന്ന് ചാടി എണീറ്റു. സോഫയിൽ ചരിഞ്ഞു കിടക്കുന്ന കൗഷൻ ചാടി എണീക്കുന്നത് ആ മുറിയിലുണ്ടായിരുന്ന കൗഷന്റെ മകനും കണ്ടു. അവൻ അമ്പരപ്പോട് അവൻ്റെ അച്ഛനെ നോക്കുമ്പോൾ കൗഷൻ ഭവ്യത്തോടുകൂടി ഷാങ്ഹായിയോട് സംസാരിക്കുകയാണ്. ഹലോ മിസ്റ്റർ ഷാങ്ഹായി, ഞാൻ എന്താ ചെയ്യണ്ടേ? കൗഷൻ, ഒരു മാർക്ക് ഫെല്ലർ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഡാർക്ക് എർത്ത് വാലിയിലാണ് അവൻ വരുന്നത്. അവനെ അങ്ങ് തീർക്കണം. അവൻ്റെ കയ്യിൽ ഒരു മാജിക് ആർട്ടിഫാക്റ്റ് ഉണ്ട്. ആ മാജിക് നിലവറ നിങ്ങൾ തല്ലിപ്പൊളിക്കണം. ഷാങ്ഹായി, ആരായി മാർക്ക്? ഏയ്, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഷാങ്ഹായി ഫോൺ കട്ട് ചെയ്തു. ഷാങ്ഹായി ഫോൺ കട്ട് ചെയ്തതും കൗഷാന്റെ മകൻ കൗഷാനോട് ചോദിച്ചു, അച്ഛൻ എന്തിനായി ഷാങ്ഹായി പേടിക്കുന്നത്? മോനെ, നമ്മൾ സൗത്ത് ഈസ്റ്റിലെ വലിയ സംഭവമൊക്കെ ആണെങ്കിലും ഇവർ ന്യൂസ് സെലസ്റ്റുകാരാണ്. ഇവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ഇവരെ പിണക്കിയാൽ നമുക്ക് നിലനിൽപ്പില്ല. കൗഷാൻ മകനോട് ഷാങ്ഹായിയുടെ വലിപ്പത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഷാങ്ഹായിയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് അറിയാത്ത മാർക്ക് ഫെല്ലർ ആ ചാർട്ടേഡ് വിമാനത്തിൽ ഡാർക്ക് എർത്ത് വാലി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഡാർക്ക് എർത്ത് വാലിക്ക് സമീപമുള്ള എയർപോർട്ട് യാങ് സിറ്റിയാണ്. യാങ് സിറ്റിയിൽ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ മാർക്കിനെ അലട്ടുന്നത് ഒരു സിമ്പിൾ പ്രശ്നമാണ്. അയാൾ നടത്താൻ പോകുന്നത് ശരിക്കും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്കുള്ള ഡിവൈൻ സെൻസിന്റെ മാറ്റമാണ്. ഡിവൈൻ സെൻസിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റു ബോഡിയിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ ഒരു കളം തയ്യാറാക്കണം. ആ കളത്തിന് പവർ ഉണ്ടാകണമെങ്കിൽ ആ കളത്തിന്റെ 8 മൂലകളിലായി 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടാകണം. ഇപ്പോ മാർക്ക് മാത്രമേ അവിടെ ഉള്ളൂ. ജിയാൻഗു എത്തുമ്പോൾ 2 പേരാവും. പിന്നെയും ആളുകൾ വേണം. ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഇപ്പോൾ എങ്ങനെ സംഘടിപ്പിക്കും? അങ്ങനെ ഒരു ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ മാർക്കിന്റെ മനസ്സിൽ കടന്നു വന്ന മുഖം സാക്ഷാൽ വിന്നി ഫാങ്ങിന്റെയാണ്. വിന്നി ഫാങ്ങിന് മിക്കവാറും എല്ലാ മേഖലകളിലും ബന്ധങ്ങളുണ്ടാവും. മാർക്ക് ഉടൻ തന്നെ വിന്നിയെ വിളിച്ചു. വിന്നി, ഞാനിപ്പോ ചാങ് സിറ്റിയിലുണ്ട്. എനിക്ക് അടിയന്തരമായി 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ വേണം. വിന്നി, അതെങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചോദ്യം കേട്ടതും വിന്നി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫോൺ വെക്കേ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. മാർക്കിന്റെ ആവശ്യം കേട്ട വിന്നി എന്തിനാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പോലും ചോദിക്കാതെയാണ് 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് മാർക്കിനോട് പറഞ്ഞത്. കൃത്യം 5 മിനിറ്റ് ആയപ്പോൾ അവൾ മാർക്കിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. മാർക്ക്, ഞാനിപ്പോ ചാങ് സിറ്റിയിലെ മാർഷൽ ആർട്സ് അസോസിയേഷനെ വിളിച്ചു. മാർക്ക് അവിടെ ചെല്ലണം. അവിടുത്തെ ചുമതലക്കാരനെ കണ്ട് മാർക്ക് കാര്യം പറ. അയാൾക്ക് മാർക്കിന് ആവശ്യമുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാർക്ക്, ആ ചുമതലക്കാരന്റെ പേര് ജിയാഗോങ് എന്നാണ്. ജിയാഗോങ് എന്ന പേരുള്ള ഒരു കക്ഷിയാണ് ചാങ് സിറ്റിയിലെ മാർഷൽ ആർട്സ് അസോസിയേഷന് നേതൃത്വം വഹിക്കുന്നതെന്ന് വിന്നി പറഞ്ഞപ്പോൾ മാർക്ക് വിന്നിയോട് താങ്ക്സ് പറഞ്ഞിട്ട് നേരെ ആ അസോസിയേഷനിലേക്ക് തിരിച്ചു. ആ അസോസിയേഷൻ ഓഫീസിലെത്തിയ മാർക്ക് റിസപ്ഷനിൽ ചെന്നുടൻ അവന്റെ പേര് പറഞ്ഞു. മാർക്ക് ഫെല്ലർ എന്നുള്ള പേര് കേട്ടതും റിസപ്ഷനിലെ ആള് മാർക്കിനോട് പറഞ്ഞു, 2ാമത്തെ നിലയിൽ 2ാമത്തെ മുറിയിൽ മിസ്റ്റർ ഗോങ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞതും
മാർക്ക് ഉടൻ തന്നെ രണ്ടാമത്തെ നിലയിലെത്തി. മാർക്ക് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാർക്കിനെ കണ്ട ഗോങ് ചാടി എണീറ്റ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ അല്ലേ? അതെ അതെ, എന്നെ വിന്നി വിളിച്ചിരുന്നു. അയാൾ തന്നെ ഒരു കസേര മാർക്കിന് മുന്നിലേക്ക് നീക്കിയിട്ടു. അയാളുടെ ആ സ്നേഹപരമായ പെരുമാറ്റം കണ്ടതും മാർക്കിന് ഒരു കാര്യം ഉറപ്പായി, വിന്നി ഫാങ്ങിന് വല്ലാത്ത ഫാൻസ് ഉണ്ട്. മാർക്ക് ഗോങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗോങ്, എനിക്ക് 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് വേണം. വിന്നി എന്നോട് പറഞ്ഞിരുന്നു. അല്ല മാർക്ക്, എന്തിനായി ഗ്രാൻഡ് മാസ്റ്റേഴ്സ്? മിസ്റ്റർ ഗോങ്, എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് സഹായം വേണം. നിങ്ങൾ അവരെ വെറുതെ നൽകിയെന്ന് വേണ്ട, നിങ്ങൾക്ക് ഞാൻ അതിന്റെ പ്രതിഫലം നൽകാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ചില ഗുളികളെടുത്ത് അയാളുടെ മേശപ്പുറത്ത് വെച്ചു. ഇത് എർത്തൻ പിൽസാണ്, ഡിവൈൻ പിൽസിന് തൊട്ട് താഴെ നിൽക്കുന്ന പിൽസാണ്. ഇത് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ കപ്പാസിറ്റി ഉയർത്താൻ കെൽപ്പുള്ളതാണ്. ആ മരുന്ന് കയ്യിലെടുത്ത ഗോങ്ങിന് അത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷം. മിസ്റ്റർ മാർക്ക്, ഇത് ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള മരുന്നാണല്ലോ. മാർക്ക്, നിങ്ങളൊരു ആൽക്കമിസ്റ്റ് കൂടിയാണല്ലേ? അതെ അതെ, പക്ഷെ മാർക്ക്, ഈ മരുന്ന് കൊണ്ട് 8 പേരെ എങ്ങനെ സംതൃപ്തരാക്കാൻ പറ്റും? അങ്ങനെ ഗോങ് ചോദിച്ചതും മാർക്ക് പറഞ്ഞു, മിസ്റ്റർ ഗോങ്, നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കിത്തരാം. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ആൽക്കമിസ്റ്റ് ആണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവൻ്റെ കൈവശമുള്ള ഒരു ഡിവൈൻ പില്ല് കൂടി മേശപ്പുറത്ത് വെച്ചു. മിസ്റ്റർ ഗോങ്, ഇത് ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഒരു ലെവലിൽ നിന്ന് മറ്റു ലെവലിലേക്ക് കടക്കാൻ സഹായിക്കുന്ന മരുന്നാണ്. ശരിക്കും ഏതെങ്കിലും ലെവലുകളിൽ തളയ്ക്കപ്പെട്ടു പോകുന്നവരാണ് മിക്കവാറും മാർഷൽ ആർട്ടിസ്റ്റുകൾ. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാനായി അവർ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും പറ്റാറില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള ഡിവൈൻ മരുന്നുകൾ സഹായകമാകുന്നത്. മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ഡിവൈൻ പില്ല് വാങ്ങിച്ച ഗോങ്ങിന് ഭയങ്കര സന്തോഷം. ഗോങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മിസ്റ്റർ ഗോങ്, ഇപ്പൊ അതൊന്നുമില്ല ആവശ്യം, എനിക്ക് വേണ്ടത് ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ്. അത് കേട്ടത് അയാൾ ഫോൺ എടുത്ത് ഒന്ന് റിംഗ് ചെയ്തു. മിസ്റ്റർ കവർഷാൻ, നിങ്ങൾ എത്താറായില്ലേ? ഇവിടെ മിസ്റ്റർ മാർക്ക് വളരെ ധൃതി കൂട്ടുകയാണ്. അതിന് മറുഭാഗത്ത് നിന്ന് കവർഷാൻ മറുപടി പറഞ്ഞു, ഗോങ്, അവനെ ഒരു കാരണവശാലും വിടരുത്. ഞാൻ വരുന്നതുവരെ അവനെ പിടിച്ചു നിർത്ത്. ഷാൻഹായുടെ ഉത്തരവ് കിട്ടിയ കവർഷാൻ ആ നിമിഷത്തിൽ തന്നെ അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാർക്ക് ഫെല്ലർ എന്നൊരാൾ അവിടെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ അയാളെ പിടിച്ചു നിർത്താനുള്ള ഉത്തരവാണ് കവർഷാൻ കൊടുത്തത്. കവർഷാൻ കാര്യം പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വിന്നി ഫാങ് ഗോങ്ങിനെ ബന്ധപ്പെടുന്നത്. വിന്നി മാർക്ക് അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ഗോങ് ആ കാര്യം കവർഷനെ അറിയിച്ചിട്ടുണ്ട്. കവർഷൻ ഗോങ് പറഞ്ഞ വിവരം അറിഞ്ഞ നിമിഷത്തിൽ അയാളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഈ വിവരങ്ങൾ അറിയാതെ മാർക്ക് സന്തോഷത്തോടെ ഗോങ്ങിനെ നോക്കുകയാണ്. ഗോങ് ഫോൺ കട്ടായതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാവോഷാനോടാണ്. അയാൾ ഇപ്പം ഗ്രാൻഡ് മാസ്റ്റേഴ്സുമായി എത്തും. മാർക്കും ഗോങ്ങും തമ്മിൽ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിവേഗം സമയം കടന്നുപോയി. ഏകദേശം ഒരു 15 മിനിറ്റ് ആയതും വാതിൽ തുറക്കുന്ന ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക് സന്തോഷത്തോടെ ചാടി എണീറ്റു. അകത്തേക്ക് അനവധി ആളുകൾ കടന്നു വരികയാണ്. അവരുടെ ഏറ്റവും മുന്നിലുള്ള ആളെ നോക്കി മാർക്ക് ചോദിച്ചു, നിങ്ങളാണോ കവർഷൻ? അതെ, ഞാനാണ് കവർഷൻ. നിങ്ങളാണോ മാർക്ക് ഫെല്ലർ? അതെ, ഞാനാണ് മാർക്ക് ഫെല്ലർ. മിസ്റ്റർ കവർഷൻ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എല്ലാം റെഡിയാണല്ലോ അല്ലേ? ഗ്രാൻഡ് മാസ്റ്റേഴ്സൊക്കെ റെഡിയാണ്. കവർഷൻ, നമുക്കെന്നാൽ പോയാലോ? മാർക്ക് വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ ചോദിച്ചതും കവർഷൻ പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, സോറി, നമ്മൾ പോകുന്നില്ല. മിസ്റ്റർ കവർഷൻ, നിങ്ങൾ എന്താ പറഞ്ഞേ? മാർക്ക്, നമ്മൾ ഇവിടുന്ന് പോകുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെന്ന് പറഞ്ഞാൽ മാർക്ക് ഇനി ഇവിടുന്ന് പോകുന്നില്ലെന്നാണ്. അയാൾ വളരെ കൂളായിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ കവർഷനോട് പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞ് ഗോങ്ങിനെ നോക്കി. മിസ്റ്റർ ഗോങ്, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കവർഷൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സുമായി വരുമെന്ന്? മാർക്ക്, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. കവർഷൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സുമായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഗോങ്ങും കവർഷനും ചേർന്ന് തന്നെ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഒരു ധാരണ പെട്ടെന്ന് മാർക്കിനുണ്ടായി. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായ മാർക്ക് ഗോങ്ങിനെ ഒന്ന് നോക്കിയിട്ട് ഗോങ്ങിനോടായി പറഞ്ഞു, നിന്നെ ഞാൻ പിന്നീട് കണ്ടോളാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വാതിൽ നേരെ നടന്നു തുടങ്ങി. മാർക്ക് വാതിൽ നേരെ നടന്നു തുടങ്ങിയതും കവർഷൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ മുറി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല.
ഏയ് അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈ ഒന്ന് അനക്കിയതും അവന്റെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി പതുക്കെ റിലീസ് തുടങ്ങി. ശരിക്കും ശക്തമായ ഒരു പ്രഷർ മാർക്ക് ആ മുറിയിൽ സൃഷ്ടിക്കുകയാണ്. അത് കേട്ടതും കാവോഷാൻ ഒന്ന് ചിരിച്ചു. ചിരിക്കുന്ന കാവോഷാന്റെ ബോഡിയിൽ നിന്ന് ഇന്റേണൽ ഷീ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യപ്പെടുകയാണ്. കാവോഷാന്റെ ബോഡിയിൽ നിന്ന് ഇന്റേണൽ എനർജി ആ മുറിയിലേക്ക് അങ്ങനെ നിറയുമ്പോൾ മാർക്കിന് ആ യാഥാർത്ഥ്യം മനസ്സിലായി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാവോഷാൻ ഒരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. മാർക്കിന് തൊടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. കാവോഷാൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരാൾ നിന്നെ കൊല്ലാനായി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാർക്കിനെ കൊല്ലാൻ ഒരാൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നുവെന്ന് ഇതാ കാവോഷാൻ വ്യക്തമാക്കുകയാണ്. കാവോഷാന്റെ ബോഡിയിലെ ആ ഊർജം അളന്ന മാർക്കിന് ഒരു അപകടം മണത്തുടങ്ങി. കാവോഷാനെ പോലെ ശക്തനായ ഒരു എതിരാളിയെ മാർക്ക് ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല. മാർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ നിൽക്കുന്ന ആളാണ്. മൊണാസ്റ്റിക് സ്റ്റേജ് സെക്കൻഡ് മാർക്ക് ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ. ആ മൊണാസ്റ്റിക് ലെവൽ സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൻ്റെ തുടക്കത്തിലുള്ള ലെവലുകൾക്ക് തത്തുല്യമാണ്. പക്ഷേ മാർക്കിനെ എതിരിടുന്ന കാവോഷാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൻ്റെ അവസാനത്തെ സ്റ്റേജിലുള്ള ആളാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വളരെ വലുതാണ്. പക്ഷെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ മാർക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡിയിൽ ആ സെയിൻലി ബോഡി ടെക്നിക് അപ്ലൈ ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം പെട്ടെന്നാണ് രൂപം കൊള്ളുന്നത്. അത് കണ്ടപ്പോൾ കാവോഷാൻ ഒന്ന് ചിരിച്ചു. കാവോഷാൻ ചിരിക്കുന്ന കണ്ടതും മാർക്ക് അവന്റെ എസ്കേപ്പ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു. ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ ടെക്നിക് ഓരോ അടി സ്ഥലവും ഒരു ഇഞ്ചായി ചുരുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഒരു കാലുകൊണ്ട് ഒരടി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ 12 അടി കവർ ചെയ്യുന്ന ആ ടെക്നിക് മാർക്ക് അപ്ലൈ ചെയ്തപ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് അമ്പരന്നു. മാർക്കിന്റെ ആ ടെക്നിക്ക് അവിടെ ഫലപ്രദമാകുന്നില്ല. ആ മുറി ഏതാണ്ട് പൂർണ്ണമായും കാവോഷാൻ ഒരു മാന്ത്രിക സ്പെല്ലുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് അതിശക്തമായി ഒരൊറ്റ ഇടി, ശരിക്കും ശൂന്യതയിലേക്കാണ് മാർക്ക് ഇടിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള ആ മാന്ത്രിക വലയത്തെ ഇടിച്ച് തകർത്തുകൊണ്ട് പുറത്തു പോകാനാണ് മാർക്കിന്റെ ലക്ഷ്യം. മാർക്ക് അതിശക്തമായി ആ വലയത്തിലേക്ക് ഇടിച്ചപ്പോൾ അത് ശരിക്കും റബ്ബർ പോലെയാണ് പ്രതികരിച്ചത്. മാർക്കിന്റെ ഇടിയേറ്റ ആ വലയം പുറകോട്ട് നീങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. മാർക്ക് പിന്നെ ഇടിച്ചു, വീണ്ടും ആ വലയം പുറകോട്ട് പോതു തിരിച്ചു വരുന്നു. മാർക്ക് 2 കൈ കൊണ്ട് അതിശക്തമായി ഇടിക്കുകയാണ്. മാർക്ക് ശക്തമായി ആ വലയിൽ ഇടിച്ചിട്ടും ആ വലയ്ക്ക് ഒന്നും പറ്റുന്നില്ല. മാർക്കിന്റെ കപ്പാസിറ്റിയേക്കാൾ വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ സൃഷ്ടിച്ചിരിക്കുന്ന മാന്ത്രിക കവറിംഗ് ആണ്. ആ കവറിംഗ് തകർക്കാൻ തനിക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ. ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മാർക്ക് അടുത്ത നിമിഷത്തിൽ ആ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ മാന്ത്രിക തത്വം ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം കാവോഷാന്റെ അടുത്തെത്തി. അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് മാർക്ക് കാവോഷാന്റെ അടുത്തെത്തുന്നത്. കാവോഷാന്റെ തൊട്ടടുത്തേക്ക് മാർക്ക് എത്തുമ്പോഴേക്കും മാർക്കിന്റെ കയ്യിൽ ആ ആബ്സല്യൂട്ട് സേക്രിഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. മാർക്കിന്റെ വലത് കൈയിലേക്ക് അവന്റെ സ്പിരിച്വൽ എനർജി പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ശരിക്കും ആ കൈ നന്നായി തിളങ്ങുകയാണ്. ആ തിളങ്ങുന്ന കൈ കൊണ്ട് മാർക്ക് ആഞ്ഞൊരൊറ്റ ഇടി. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയ കാവോഷാന് മാർക്കിനേക്കാൾ വേഗതയുണ്ട്. സ്വാഭാവികമായിട്ടും ആ വേഗത കൊണ്ട് തന്നെ അയാൾ മാർക്കിനെ ഡിഫെൻഡ് ചെയ്തു. മാർക്ക് അതിവേഗതയിൽ കാവോഷാന്റെ മുന്നിലെത്തിയെങ്കിലും മാർക്കിന്റെ ആ പഞ്ചിനെ അയാൾ കൈകൊണ്ട് തടുക്കുകയായിരുന്നു. കൈകൊണ്ട് തടുത്ത അയാൾ അടുത്ത നിമിഷത്തിൽ അയാളുടെ കൈയിലേക്ക് നോക്കി. അയാളുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അയാൾ വലത് കൈ കൊണ്ടാണ് തടുത്തത്. ആ വലത് കൈയുടെ പകുതി ഭാഗം ഏതാണ്ട് ഒടിഞ്ഞെന്ന് പറയാം. രക്തം ചിതറിയിട്ടുണ്ട്. ശരിക്കും ഒരു അവിശ്വസനീയമായ കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. പീക്ക് ലെവലിൽ ഗ്രാൻഡ് മാസ്റ്ററായ ഒരാളെ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലെ തുടക്കക്കാരനായ ഒരാൾ ഈ ശൈലിയിൽ പരിക്കേൽപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ അമ്പരപ്പ് സ്വാഭാവികമായിട്ടും കാവോഷാന്റെ മുഖത്തുണ്ട്. കാവോഷാൻ മാർക്കിനോട് പറഞ്ഞു, ഹേയ്, നീ ആള് കൊള്ളാമല്ലോ,
നിന്നെ കൊല്ലേണ്ടി വരുന്നതിൽ ശരിക്കും എനിക്ക് വിഷമമുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിട്ട് മുകളിലേക്കൊന്ന് കുതിച്ചു. കാവോഷൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാർക്ക് നോക്കുമ്പോഴേക്കും മാർക്കിന്റെ തൊട്ടു മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം തൊട്ടു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ പെട്ടെന്ന് ലൈറ്റിന്റെ വേഗതയിൽ കാവോഷൻ മാർക്കിന്റെ മുന്നിലെത്തിയെന്ന് മാത്രമല്ല, അയാളുടെ കൈ മാർക്കിന്റെ പുറത്ത് പതിയുകയും ചെയ്തു. ശക്തമായ ഒരു ഇടം കൈയിൽ പഞ്ചുമായിട്ടാണ് കാവോഷൻ എത്തിയത്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ പുറത്ത് ഇടി വീണിരുന്നു. ഇടിയേറ്റ മാർക്ക് തെറിച്ച് ദൂരേക്ക് വീണ മാർക്കിനെ കൗതുകപൂർവ്വം നോക്കുകയാണ് കാവോഷൻ. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ അയാളുടെ ആ ഒറ്റ ഇടിയിൽ മാർക്ക് ഫെല്ലർ എന്ന ആ ഗ്രാൻഡ് മാസ്റ്റർ കൊല്ലപ്പെടേണ്ടതാണ്. പക്ഷെ ഇതാ ആ ചെറുപ്പക്കാരൻ വീടിനടുത്തുനിന്ന് എണീക്കുകയാണ്. അയാൾ വളരെ കൗതുകത്തോടെ എണീക്കുന്ന മാർക്കിനൊന്ന് നോക്കി. അത് ശരി, ഒരു ഇടിയിൽ നീ തീരില്ല, എന്നാ പിന്നെ രണ്ടാമത്തെ ഇടിയായാലും? അങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും അയാൾ മാർക്കിനടുത്ത് എത്തുകയും മാർക്കിനെ ഇടിക്കുകയും ചെയ്തു. മാർക്ക് രണ്ട് കൈ കൊണ്ടും ആ ഇടി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇടിയേറ്റ് മാർക്ക് തെറിച്ചു. മാർക്കും അയാളും തമ്മിൽ അനവധി ലെവൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മാർക്കിന് അയക്കുന്നതിനെ പിടിച്ചിരിക്കാൻ പറ്റാത്തത്. മാർക്ക് അയാളെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാർക്കിനെ അയാൾ ഓട്ടിച്ചിട്ട് തല്ലുകയാണ്. ഒരു 5 ലെവൽ കഴിഞ്ഞതും മാർക്ക് എണീക്കാൻ പറ്റാത്ത പരുവത്തിൽ അവിടെ ആ മുറിയിൽ തറയിൽ കിടപ്പായി. മാർക്കിന് അനക്കമില്ല എന്ന് പറയാം. മാർക്കിന്റെ പുറത്ത് ഒരു കാല് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് കാവോഷൻ. അതിനുശേഷം അയാളുടെ മൊബൈൽ ഫോൺ എടുത്തു. അയാൾ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു വീഡിയോ കോളാണ് വിളിക്കുന്നത്. ആ വീഡിയോ കോൾ കണക്ട് ആയതും ഷാൻഹായ് തൊട്ട് മുന്നിലിരിക്കുന്ന എമിലിയെ ആ ഫോണിന്ന് കാണിച്ചു. എമിലി ബ്ലാക്കിന്റെ അടുത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ഷാൻഹായ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് വീണ്ടും ബ്ലാക്ക് കുടുംബത്തിൽ മടങ്ങിയെത്തിയത്. ബ്ലാക്ക് കുടുംബത്തിൽ മടങ്ങിയെത്തിയ ഷാൻഹായ് എമിലിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചതാണ്. ഓഫീസ് മുറിയിൽ എത്തിയ അവളോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഷാൻഹായ് പറഞ്ഞിരുന്നു. ഷാൻഹായ്ക്ക് മുന്നിൽ അസ്വസ്ഥതയോടെ എമിലി ബ്ലാക്ക് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത്. ആ വീഡിയോ കോൾ കണ്ട ഷാൻഹായ് ആ വീഡിയോ കോൾ എമിലിയെ കാണിച്ചു. ആ വീഡിയോയിലേക്ക് നോക്കിയ എമിലി ശരിക്കും കിടുങ്ങിപ്പോയെന്ന് പറയാം. അവർക്ക് വളരെ വ്യക്തമായ കാഴ്ച കാണാം. അവരുടെ മാർക്ക് ഫെല്ലർ തറയിൽ അങ്ങനെ കിടക്കുന്നത്. ആ മാർക്ക് ഫെല്ലറുടെ നെഞ്ചിൽ ഒരാൾ കാല് അമർത്തി വെച്ചിരിക്കുകയാണ്. ആ കാല് ഒന്ന് ഉയർത്തി ചവിട്ടിയാൽ മാർക്ക് ഫെല്ലറുടെ നെഞ്ച് പൊട്ടും. അത് കണ്ട് എമിലി ഉറക്കെ അലറിപ്പോവുകയാണ്. മാർക്ക്! ശരിക്കും എമിലിയുടെ ശബ്ദം ഫോണിലൂടെ മാർക്ക് കേട്ടോ എന്നൊരു സംശയമുണ്ട്. മാർക്കിന്റെ ബോഡി ഒന്ന് അനങ്ങി. ആ നിമിഷത്തിൽ ഷാൻഹായ് എമിലിയോട് പറഞ്ഞു, എമിലി, നിനക്ക് മുന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് ഈ നിമിഷത്തിൽ മാർക്കിനെ വേണ്ടാന്ന് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ഈ കുടുംബത്തിൻ്റെ അധികാരം നിന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ചെയ്യേണ്ടത് നിന്റെ അധികാരം വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ്. നീ നിന്റെ അധികാരം വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് രക്ഷിക്കാൻ കഴിയുന്നത് 2 പേരെയാണ്. ഒന്ന് മാർക്കിനെ, മറ്റൊന്ന് നിന്റെ മുത്തശ്ശനെ. ഏത് വേണം എന്ന് നീ തീരുമാനിക്കുക. എമിലി ബ്ലാക്കിന്റെ സംരക്ഷണം ഒരുക്കാനായി സെബാസ്റ്റ്യൻ ബ്ലാക്ക് രൂപം കൊടുത്തിരിക്കുന്ന ആ 9 അംഗ സേനയെ എമിലി വേണ്ടാന്ന് വെക്കണം. അതാണ് ഷാൻഹായിയുടെ ആവശ്യം. എമിലിയുടെ സർവ്വ അധികാരങ്ങളും എമിലി ഷാൻഹായിക്ക് മുന്നിൽ അടിയറ വെക്കണം. അത് രണ്ടും ചെയ്താൽ മാർക്കിനെ വെറുതെ വിടാം. ആ ശൈലിയിലാണ് ഷാൻഹായ് എമിലിയോട് പറയുന്നത്. അത് കേട്ടതും എമിലി ജ്വലിച്ചുകൊണ്ട് ഷാൻഹായിയോട് പറഞ്ഞു, അങ്കിൾ അതിരുവിടുകയാണ്. നോക്കൂ എമിലി, നീ എന്ത് എന്നെക്കുറിച്ച് ധരിക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല. ഞാൻ 3 വരെ എണ്ണും. അതിനിടയിൽ നീ ഒരു തീരുമാനം എടുത്തിരിക്കണം. നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. ഞാൻ എന്തായാലും എണ്ണാൻ പോവുകയാണ്. 1, 2, 3 എന്ന് ഷാൻഹായ് പറയുന്നതിന് മുമ്പേ എമിലി മേസിൽ ആഞ്ഞടിച്ചിട്ട് ഷാൻഹായിയോട് പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. എമിലി ശരിക്കും വിറച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഷാൻഹായ് ഒന്ന് ചിരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ആളുകളെ വിളിക്കും. എമിലി വിരലൊന്ന് ഞൊടിച്ചതും ആ 9 അംഗ സേന മുന്നിലേക്ക് വന്നു. ശരിക്കും അവർ ഇരുട്ടത്ത് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ 9 അംഗ സേന മുന്നിലേക്ക് വന്നതും എമിലി അവരോട് പറഞ്ഞു, എന്നോട് നിങ്ങളൊക്കെ ക്ഷമിക്കണം. എനിക്ക്
വേറെ മാർഗമില്ല. അത് കേട്ടതും ആ ടീമിന്റെ ലീഡറായ ആ മാർക്യൂസ് എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, താങ്കൾ എടുത്ത തീരുമാനം ശരിക്കും ശരിയായ തീരുമാനമാണ്. ഈ സമയത്ത് താങ്കൾക്ക് ആ തീരുമാനമെടുക്കാനേ പറ്റൂ. ഞങ്ങളെ ആരെയും കുറിച്ച് ആലോചിച്ച് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ മാർക്യൂസ് അങ്ങനെ പറഞ്ഞതും ഷാൻഹായി തൻ്റെ പുറകിലുള്ള ആളുകൾ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഷിയാറയോട് വരാൻ പറയാം. അടുത്ത നിമിഷം ആ മുറിക്കകത്തേക്ക് സാക്ഷാൽ ഷിയാറെ കടന്നു വന്നു. ഈ ഷിയാറയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും ആ ഓപ്പൺ ടെറസിൽ നടന്ന പാർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ന്യൂ സെലസ്റ്ററിലെ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ നടത്തിപ്പുകാരനാണ് ഷിയ റേ. ആ ഷിയ റേയാണ് ഇപ്പോൾ ഇതാ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഷിയ റേയെ കണ്ടതും ഷാൻഹായി ഷിയ റേയോട് പറഞ്ഞു, ഷിയ, ഈ 9 ആളുകളെ നിങ്ങളുടെ ജയിലിൽ പാർപ്പിക്കണം. അത് കേട്ടതും ഷിയ റേ ഷാൻഹായിയോട് പറഞ്ഞു, മാസ്റ്റർ ഷാൻഹായി, താങ്കൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇവരെ ഞാൻ സുഖമായി ഞങ്ങളുടെ സ്ഥലത്ത് പാർപ്പിച്ചോളാം. അങ്ങനെ ഷിയ റേ പറഞ്ഞതിന് ശേഷം അയാൾക്കൊപ്പം വന്ന ആളുകളോട് അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ ജിങ്തു മാർഷൽ അസോസിയേഷന്റെ പ്രത്യേക വിലങ്ങുകൾ അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു. ആ വിലങ്ങുകൾ ആ 9 പേർക്കും അണിയിച്ചതും ആ 9 പേർക്കും അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. മാന്ത്രിക വിലങ്ങുകളാണ് അവരെ അണിയിച്ചതെന്ന് വ്യക്തം. ആ 9 ടീമുമായി ഷിയാറെ അവിടുന്ന് പുറത്തേക്ക് നീങ്ങി. ആ ടീം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ വസതി വിട്ട് പുറത്തു പോകുന്ന ശബ്ദം കേട്ടതും ഷാൻഹായി ഫോണിലേക്ക് നോക്കി കാവോ ഷാനോട് പറഞ്ഞു, കാവോ ഷാൻ, അവനെ അടിച്ച് കാലൊടിച്ചിട്ട് അവന്റെ ഡാൻഡിയൻ പൊട്ടിച്ച് അവനെടുത്ത് റോഡിൽ കളഞ്ഞേരെ. പിന്നെ ആ മാന്ത്രിക നിലവറ പൊളിച്ചു കളയണം. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷാൻഹായി പറഞ്ഞത്. അത് കേട്ട എമിലി ബ്ലാക്ക് 2 കൈ കൊണ്ട് മേശയിൽ ആഞ്ഞിടിച്ചിട്ട് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, നിങ്ങൾ ഈ കാണിച്ചത്, എമിലി, നീ ചോദിച്ചത് അവന്റെ ജീവനാണ്. നിനക്ക് ആ ജീവൻ ഞാൻ തിരിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ആ മാർക്കിനെ കൊല്ലാത്തത് നിനക്ക് നൽകിയ വാക്കുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷാൻഹായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. കസേരയിൽ ഇരുന്നു പോയ എമിലി അവളുടെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് മാർക്കിന് അയച്ചു. മാർക്ക്, ഒരു കാരണവശാലും നീ ന്യൂ സെലസ്റ്റിലേക്ക് വരരുത്. ന്യൂ സെലസ്റ്റിലേക്ക് മാർക്ക് ഇനി വന്നാൽ അവൾക്ക് മാർക്കിനെ സംരക്ഷിക്കാനാവില്ല. മാർക്കിനെ അവളെയും സംരക്ഷിക്കാനാവില്ല. മാർക്കിന്റെ ഡാൻറ്റീൻ ഇതാ കോവഷാൻ തകർക്കാൻ പോവുകയാണ്. ഷാൻഹായി പറഞ്ഞ കാര്യം കോവഷാൻ കേട്ടിരുന്നു. ഫോൺ കട്ടായതും കോവഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ ഡാൻറ്റീൻ ഞാനങ്ങ് തകർക്കാൻ പോവുകയാണ്. അങ്ങനെ കോവഷാൻ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, നീ അത് ശ്രമിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ പുറത്തിരിക്കുന്ന കാലിലേക്ക് മാർക്ക് ഒരു അറ്റയിടി. തികച്ചും അമ്പരപ്പിക്കുന്ന ശക്തിയിലാണ് മാർക്ക് ഫെല്ലർ കോവഷാന്റെ കാലിലേക്ക് ആഞ്ഞിടിച്ചത്. ഇടിയേറ്റ ഷാൻ തെറിച്ച് അല്പം ദൂരേക്ക് വീണു. ഷാൻ വീണെടുത്തുനിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഷാൻ ആ കാഴ്ച കാണുന്നുണ്ട്. മാർക്ക് ഫെല്ലർ തറയിന്ന് പതുക്കെ പതുക്കെ എണീക്കുന്ന കാഴ്ച. തൻ്റെ വേദനിക്കുന്ന കാലിലേക്ക് നോക്കിയിട്ട് കോവഷാൻ മാർക്കിനോട് പറഞ്ഞു, നിന്റെ ഡാൻറ്റീൻ തകർക്കാനാണ് ഷാൻഹായി എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ നിന്നെ തീർക്കാൻ പോവുകയാണ്. അവന്റെ ബോഡി വേദനിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് അവനുണ്ട്. മാർക്ക് ഫെല്ലർ ശരിക്കും നിർണായകമായ ഒരു നിമിഷത്തിലെത്തിയിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അവൻ രക്ഷപ്പെട്ടാൽ മാത്രമേ ഓൾഡ് മാസ്റ്ററെ രക്ഷിക്കാൻ അവന് പറ്റത്തുള്ളൂ. അടുത്ത നിമിഷത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതിനു വേണ്ടി മാർക്ക് ചുറ്റും നോക്കുകയാണ്. ആ നിമിഷത്തിലാണ് കോവഷാൻ ഒരു മാജിക് സ്പെല്ല് സൃഷ്ടിക്കുന്നത്. ശരിക്കും ശക്തമായ ഒരു പ്രകാശം അയാളുടെ കൈക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. ആ പ്രകാശം അനവധി ചെറിയ ചെറിയ അമ്പുകൾ പോലെ മൂർച്ചയുള്ള പ്രകാശമായി മാറി. 100 കണക്കിന് അമ്പുകൾ അയാൾ കയ്യിൽ നിന്ന് ഉയർത്തിയതും അയാളുടെ കൈയുടെ അടുത്തുനിന്ന് മാർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആക്ച്വലി പ്രകാശമാണ്, പക്ഷെ ആ പ്രകാശത്തിന് വല്ലാത്ത മൂർച്ചയുണ്ട്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ പ്രകാശം മാർക്കിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ പ്രകാശം മാർക്കിന്റെ പുറത്തു വീണാൽ മാർക്ക് തീരുമെന്ന് 100% ഉറപ്പാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് മുന്നിൽ
മറ്റൊരു ബോഡി പ്രത്യക്ഷപ്പെട്ടു. മാർക്കിനെ പുറകോട്ട് തള്ളിയിട്ട് ആ ബോഡി മുന്നിലേക്ക് വരികയായിരുന്നു. മാർക്കിന് ചുറ്റും ഉണ്ടായിരുന്ന കവർ തകർത്തുകൊണ്ടാണ് ആ ബോഡി അകത്തേക്ക് വന്നത്. അകത്തേക്ക് വന്ന ആഗതനെ കണ്ട മാർക്ക് അറിയാതെ വിളിച്ചു പോവുകയാണ്, ബ്രദർ ജിയാങ് ബ്ലാക്ക്. ജിയാങ് ബ്ലാക്ക് മാർക്കിന് ഏറ്റവും നിർണായകമായ ആ നിമിഷത്തിൽ വീണ്ടും ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ജിയാങ് ബ്ലാക്ക് ആ പ്രകാശം തടുത്ത് അങ്ങനെ നിൽക്കുന്ന കണ്ടതും കാവോഷാൻ ജിയാങ് ബ്ലാക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? കാവോഷാന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ജിയാങ് ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ വേഗം രക്ഷപ്പെട. ജിയാങ് ബ്ലാക്ക് അത് പറഞ്ഞതും മാർക്ക് ജിയാങ് ബ്ലാക്കിനോട് പറഞ്ഞു, ഏയ് ജിയാങ്, ഇയാളും ഇയാളുടെ കൂടുള്ള ഒരു ശക്തരാണ്. ജിയാങ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ. മാർക്ക്, ഞാൻ പറയുന്ന കേൾക്ക്, നീ രക്ഷപ്പെട. നിന്നിലാണ് എവരുടെ സകല പ്രതീക്ഷയും. നീ ആ പ്രതീക്ഷ തെറ്റിക്കരുത്. അങ്ങനെ ജിയാങ് ബ്ലാക്ക് പറഞ്ഞതും മാർക്ക് ജിയാങ് ബ്ലാക്ക് തകർത്ത ആ സ്ഥലത്തുകൂടി പുറത്തേക്ക് ഒരൊറ്റ കുതിപ്പ്. അങ്ങനെ കുതിക്കാനായിട്ട് മാർക്ക് ആ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മെത്തഡ ഉപയോഗിച്ചത്. കാവോഷാനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് പുറത്തേക്ക് ചാടിയിരുന്നു. പുറത്തേക്ക് ചാടിയ മാർക്ക് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. മാർക്കിന്റെ പുറകെ ഓടാൻ തുടങ്ങിയ കാവോഷാനെ ജിയാങ് ബ്ലാക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓടുന്ന മാർക്കിന് ഒരു കാര്യം അറിയാം, അകത്ത് ജിയാങ് ബ്ലാക്ക് ജീവൻ മരണ പോരാട്ടം നടത്താൻ പോവുകയാണ്. ജിയാങ് ബ്ലാക്കിന് തൊടാൻ കഴിയുന്നതിനേക്കാൾ ശക്തരാണ് ആ മുറിയിലുള്ളത്. കാവോഷാനും അയാൾക്കൊപ്പമുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സും ജിയാങ് ബ്ലാക്കിനെ കൊല്ലുമെന്ന് 100% ഉറപ്പാണ്. പക്ഷെ മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. മാർക്ക് അതിവേഗം അവിടുന്ന് ഓടി ഓടി ഒരു സ്പേസിലെത്തി. അവിടെ എത്തിയ മാർക്ക് അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തിട്ട് ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തു, ഞാൻ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ ഒരു എൽഡറാണ്. എൻ്റെ പേര് മാർക്ക് ഫെല്ലർ. എനിക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എന്നെ സഹായിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരാവശ്യപ്പെടുന്ന മരുന്ന് ഉണ്ടാക്കി കൊടുക്കും. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഡാർക്ക് എർത്ത് വാലിയിൽ എത്തണം. ആ ഒരു മെസ്സേജാണ് മാർക്ക് പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം മാർക്ക് അതിവേഗം ഡാർക്ക് എർത്ത് വാലിയിലേക്ക് കുതിച്ചു. മാർക്ക് ഡാർക്ക് എർത്ത് വാലിയിൽ എത്തുമ്പോൾ മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ജിയാങ്ഗു. അയാൾ ഒരു ബോഡിയും സംഘടിപ്പിച്ച എത്തിയിരിക്കുന്നത്. മാർക്കും ജിയാങ്ഗുവും കാത്തു നിൽക്കുമ്പോഴേക്കും അനവധി ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അവിടെ എത്തി. ഏകദേശം ഒരു 10-40 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് അവിടെ എത്തിയത്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയന്റെ ആ പേരിന്റെ പ്രത്യേകതയാണ് അത്രയും ആളുകളെ അവിടെ എത്തിച്ചത്. അവരെയൊക്കെ കണ്ടപ്പോൾ മാർക്കിന്റെ കണ്ണങ്ങ് നിറയുകയാണ്. മാർക്ക് അതിവേഗം അതിൽ നിന്ന് 8 ആളുകളെ സെലക്ട് ചെയ്തു. പിന്നെ നടന്നതൊക്കെ വല്ലാത്ത വേഗതയിലാണ്. മാർക്ക് ആ 8 ആളുകളെ ഉപയോഗിച്ച് ആ കളം പൂർത്തീകരിച്ചു. അവിടെ യഥാർത്ഥത്തിൽ 10 കളങ്ങളുണ്ട്. അതിൽ ഒരു കളം നേരത്തെ യൂസ് ചെയ്താണ്. ബാക്കി 9 കളങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു കളമാണ് മാർക്ക് ഇപ്പോൾ ആക്ടിവേഷൻ ചെയ്യുന്നത്. അഷ്ടകോണുകളുള്ള ആ കളത്തിന്റെ 8 മൂലകളിലായി ആ 8 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നിർത്തിയ മാർക്ക് ഫെല്ലർ അതിനുശേഷം അവന്റെ ആ മാജിക് ആർട്ടിഫാക്റ്റ് തുറന്ന് അതിൽ നിന്ന് സാക്ഷൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ എടുത്ത് അവിടെ കിടത്തി. മാർക്കിന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ എടുത്ത് കിടത്തുമ്പോൾ ജിയാങ്ഗു ശരിക്കും ഞെട്ടി. ജിയാങ്ഗുവിന് ബ്ലാക്ക് കുടുംബത്തിന്റെ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ അറിയാം. അയാൾ അമ്പരപ്പോടെ എന്തോ പറയാൻ പോയതും മാർക്ക് അയാളെ തടഞ്ഞു. മാർക്ക് അയാളെ തടഞ്ഞതും അയാൾ കൊണ്ടുവന്ന ബോഡി അവിടെ എടുത്ത് കിടത്തി. പിന്നെ അതിവേഗതയിൽ ആ കാര്യങ്ങൾ നടന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് ആയപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ഡിവൈൻ സെൻസിനെ മാർക്ക് ആ പുതിയ ബോഡിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. സകല ആളുകളും കാത്തിരിക്കുകയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ ബോഡി ഒന്ന് അനങ്ങും. അതാണ് മാർക്കിന്റെ പ്രതീക്ഷ. ജിയാങ്ഗുവിന് ബോഡി സംഘടിപ്പിച്ചു കൊടുത്ത മാർക്ക് അത് ഇവിടെയും നടക്കുന്ന പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ ബോഡി ഒന്ന് അനങ്ങി തുടങ്ങി. ആ ബോഡിയിലെ കണ്ണുകൾ ഒന്ന് ചലിച്ചു. അല്പസമയം കഴിഞ്ഞതും ആ ബോഡി എണീറ്റിരുന്ന ആ ബോഡി ചുറ്റും ഒന്ന് നോക്കുമ്പോൾ അയാൾ കാണുന്നത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറെ കണ്ടതും അയാൾ ചോദിച്ചു, ഏയ് മാർക്ക്, ഇതെന്താ? ഞാൻ മരിച്ചില്ലേ? ഓൾ മാസ്റ്റർ, അങ്ങ് മരിച്ചില്ല. ഞാൻ അങ്ങയുടെ ബോഡി ഒന്ന് ചേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ ബോഡിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ശരിക്കും ഇപ്പൊ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബോഡിയാണ്. ചെറുപ്പക്കാരന്റെ ബോഡി ലഭിച്ച സെബാസ്റ്റ്യൻ ബ്ലാക്ക് കൗതുകത്തോടെ അയാളുടെ ബോഡിയിൽ നിന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. ഓൾ മാസ്റ്റർ, എന്നോട് ഇതിനാ താങ്ക്സ് പറയുന്നത്? ഇത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും അവിടെ ചില ആളുകളുടെ പ്രസൻസ് ഉണ്ടാകുന്നത്
മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും ശക്തരായ ആരൊക്കെയോ അങ്ങോട്ട് വരുന്നുണ്ട്. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും ജിയാങ്കുവും അവിടെയുള്ള ആ മാർഷൽ ആർട്ടിസ്റ്റുകളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രക്തത്തിൽ കുളിച്ച് 2-3 പേർ അങ്ങോട്ട് വന്നത് അവർ കണ്ടു. ആ വന്ന ആളുകൾ മുന്നിലുള്ളത് സാക്ഷൽ കാവോഷാനാണ്. കാവോഷാനെ കണ്ടപ്പോൾ മാർക്കിന് ആ കാര്യം ബോധ്യമായി. ജിയാങ് ബ്ലാക്ക് കൊല്ലപ്പെട്ടു. ജിയാങ് ബ്ലാക്ക് കൊല്ലപ്പെട്ടു എന്നുള്ള ആ യാഥാർത്ഥ്യം മാർക്കിനെ തെല്ലെന്നുമല്ല വിഷമിപ്പിച്ചത്. ജിയാങ് ബ്ലാക്ക് സ്വന്തം ജീവൻ കൊടുത്ത് ഇതാ മാർക്കിനെ രക്ഷിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ കാവോഷാൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ അയാൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയാളെ കൂടെയുള്ള ആളുകൾ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എന്റെ കൂട്ടത്തിലെ 5 ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ 2 പേരെ നിന്റെ ആ കൂട്ടുകാരൻ കൊന്നു. അവനില്ലായിരുന്നെങ്കിൽ നീ എപ്പോഴേ തീർന്നനെ. മരിക്കുന്നതിന് മുമ്പ് ജിയാങ് ബ്ലാക്കിനേക്കാൾ ശക്തരായ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ വകവരുത്തിയിരുന്നു എന്നാണ് കാവോഷാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാവോഷാൻ പറഞ്ഞത് കേട്ടതും കാവോഷാനൊപ്പമുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കാവോഷാനൊപ്പം മുന്നോട്ട് നടന്നു തുടങ്ങിയ അതേ സമയത്ത് മാർക്കിന്റെ തൊട്ടു മുന്നിലേക്ക് കുറെ ഏറെ ആളുകൾ വന്നങ്ങനെ നിരന്നു നിൽക്കുകയാണ്. നിരന്നു നിൽക്കുന്ന ആളുകളെ കണ്ട കാവോഷാൻ ഒന്ന് നടുങ്ങി എന്ന് പറയാം. സകലരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ഏയ്, നിങ്ങളെന്താ ഇവിടെ? ഹലോ, അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. നിങ്ങളെന്താ ഇവിടെ? ഏയ്, ഞാൻ കാവോഷാനാണ്. ഏത് കാവോഷാനാണെങ്കിലും ഇവിടെ എന്തിനാ വന്നെന്നാ ചോദ്യം. ആ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ചോദിച്ചതും കാവോഷാൻ അവരോട് പറഞ്ഞു, ഏയ്, ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്ലാക്ക് കുടുംബത്തിനെ റെപ്രസെന്റ് ചെയ്താണ്. ബ്ലാക്ക് കുടുംബത്തിനെ റെപ്രസെന്റ് ചെയ്താണെന്ന് അയാൾ പറഞ്ഞതും മാർക്കിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്നാണ് അങ്ങ് ഒഴിഞ്ഞു മാറിയത്. ന്യൂ സെലസ്റ്ററിലെ ബ്ലാക്ക് കുടുംബത്തെ എതിരിടാനുള്ള കപ്പാസിറ്റി ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് ഇല്ല എന്ന് അവരുടെ ആ ഒഴിഞ്ഞുപോക്ക് വിളിച്ചു പറയുകയാണ്. സകല ആളുകളും ഒഴിഞ്ഞു മാറിയതും കാവോഷാൻ ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക്, നീ കാര്യങ്ങൾ മനസ്സിലാക്കി കാണൂലല്ലേ? ഇനി നീ എന്ത് ചെയ്യും? അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഉറക്കെ പറഞ്ഞു, ഇവരെ നേരിടുന്നവർക്ക് ഞാൻ ഓരോ ഡിവൈൻ പില്ല് വീതം നൽകും. ഡിവൈൻ പിൽസ് എന്ന് കേട്ടപ്പോൾ അവിടുന്ന് പിന്മാറാൻ പോയ ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പലരും ഒന്ന് നിന്നു. പക്ഷെ എന്നിട്ടും അവര് മുന്നോട്ട് വരുന്നില്ല. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഞാൻ 2 പിൽസ് വെച്ച് നൽകും. പെട്ടെന്ന് ഒരു അനക്കം ആളുകൾക്കുണ്ടായി. മാർക്ക് കൂടുതലൊന്നും ആലോചിച്ചില്ല. അവരോട് പറഞ്ഞു, ഓരോ ആളിനും ഞാൻ 5 പിൽസ് വെച്ച് നൽകും. കേൾക്കേണ്ട താമസം ആ പിരിഞ്ഞുപോയ ടീം ഒന്നടങ്കം കാവോഷാന്റെ മുന്നിലെത്തി. 5 ഡിവൈൻ പില്ലുകൾക്ക് ബ്ലാക്ക് കുടുംബത്തെക്കാൾ വിലയുണ്ടെന്ന് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് നന്നായിട്ട് അറിയാം. അവർക്ക് 5 ലെവൽ വളർച്ച ഉണ്ടാക്കാൻ ആ പിൽസ് അവരെ സഹായിക്കും. ശരിക്കും ഡിവൈൻ പിൽസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള അപൂർവം ആളുകളെ ഈ ഭൂമിയിലുള്ളൂ. അതിൽ ഒരാളാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. ആ യാഥാർത്ഥ്യം ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് അറിയാം. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനിലെ 3rd എൽഡറായ മാർക്ക് ഫെല്ലർ വെച്ച ആ ഉറപ്പ്, ആ ഓഫർ ശരിക്കും ഒരു ചലനം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ടീം ഒന്നടങ്കം കാവോഷാനെ നോക്കിയിട്ട് കാവോഷാനോട് പറഞ്ഞു, നോക്കേ, നിങ്ങൾ മടങ്ങിപ്പോകുന്നു അതോ നിങ്ങൾ കൊല്ലണമോ? കേൾക്കേണ്ട താമസം കാവോഷാൻ അയാളുടെ കൂടെയുള്ള ആളുകളെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവന്മാർക്ക് വേഗം മനസ്സിലായി. അടുത്ത നിമിഷത്തിൽ അവർ പിന്തിരിഞ്ഞ ഒരൊറ്റ ഓട്ടം. അവരുടെ തൊട്ടുമുറുകെ കാവോഷാനും ഉണ്ട്. ആ ടീം ഓടുന്ന കണ്ടതും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞങ്ങൾ അവരെ ഫോളോ ചെയ്യണോ? ഏയ് വേണ്ട. ഓടുന്നതിനിടയിൽ തന്നെ കാവോഷാൻ ആ വാർത്ത വിളിച്ച് ഷാങ്ഹായി അറിയിച്ചു. കാവോഷാൻ പറഞ്ഞ വാർത്ത കേട്ട ഷാങ്ഹായി അറിയാതെ അയാളുടെ ഫോൺ തറയിൽ എറിഞ്ഞു പോവുകയാണ്. അയാൾ ആ ഫോണ് താഴെ എറിഞ്ഞതും അയാളുടെ മിലിറ്ററി സെക്രട്ടറി ഷാങ്ഹായിയോട് ചോദിച്ചു, മാസ്റ്റർ എന്തു പറ്റി? ഏയ്, അവന്മാർക്ക് മാർക്കിനെ കൊല്ലാൻ പറ്റിയില്ല. അതുമാത്രമല്ല, എൻ്റെ അച്ഛനെ മാർക്ക് രക്ഷിക്കുകയും ചെയ്തു. മാസ്റ്റർ, അപ്പൊ അങ്ങയുടെ സ്വപ്നം ഇന്ന് നടക്കത്തില്ലേ? ഓൾ മാസ്റ്റർ മടങ്ങി വരുമോ? ആ സെക്രട്ടറി അങ്ങനെ ചോദിച്ചതും ഷാങ്ഹായി ഒന്ന് ചിരിച്ചു. ശരിക്കും ഒരു കൊലച്ചിരി ഷാങ്ഹായി ചിരിക്കുകയാണ്. അയാളുടെ ഉറക്കെ ചിരിക്കുകയാണ്. അയാളുടെ മനസ്സിലേക്ക് എന്തോ ആശയം കടന്നു വന്നിരിക്കുകയാണ്. ഏയ് സെക്രട്ടറി, എൻ്റെ അച്ഛൻ്റെ രൂപം എല്ലാവർക്കും അറിയാം. ഇപ്പോ എൻ്റെ അച്ഛൻ ഒരു പുതിയ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്.
അച്ഛന് പുതിയ ശബ്ദമാണ്. അതാണ് എൻ്റെ അച്ഛനെന്ന് അച്ഛൻ പറഞ്ഞ പോരല്ലോ ഞങ്ങൾ പറയണ്ടേ. ഇവിടെ ഞാൻ പറയുന്നതാണ് വാക്ക്. ഇനി എൻ്റെ അച്ഛന് ഈ ബ്ലാക്ക് കുടുംബത്തിൽ ഒരു സ്ഥാനവുമില്ല. അച്ഛനെ ഈ ബ്ലാക്ക് കുടുംബത്തിലേക്ക് കടക്കാൻ പറ്റില്ല. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.